ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സകല കാര്യത്തിലും അത്ഭുതമാക്കുന്ന വൻകൃപയ്ക്ക് നന്ദി പറയുന്നു. ഇന്നും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, ഇന്നും ദൈവസന്നിധിയിൽ നമുക്ക് വിശ്വസിക്കാം. ഇന്ന് ദൈവം നമ്മളെ സകല വിഷയത്തിന് മേൽ സാക്ഷിയാക്കി മാറ്റുന്ന കർത്താവാണ്. സകലത്തിന്റെ മീതെയും നമ്മളെ അത്ഭുതമാക്കുന്ന കാര്യത്തിലും അത്ഭുതമാക്കുന്ന വൻകൃപയ്ക്ക് നന്ദി കർത്താവെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് എന്റെ കൂടെ കാൽവരി ക്രൂശിൽ കർത്താവിന്റെ പാപത്തെയും ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിന്റെ പ്രവൃത്തികളെ കാണും, നന്മ അനുഭവിക്കും, കർത്താവിന്റെ അനുഗ്രഹത്തെ ഇന്ന് അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ആ വലിയ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വലിയ കാര്യങ്ങൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് പ്രത്യാശയോടെ തന്നെ മുന്നോട്ട് പോകാം. പ്രത്യാശയോടെ തന്നെ ദൈവസന്നിധിയിൽ നമുക്ക് കർത്താവിന്റെ സകല പ്രവൃത്തികളെ അനുഭവിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചന ചിന്ത മറന്നുപോകല്. വചനമല്ല, വചന ചിന്ത എത്ര പേര് ഓർക്കുന്നുണ്ട്? ഓർക്കുന്നവര് മാത്രം ഒന്ന് പ്രതികരിച്ചേ. പിശാചിന് ആയുധമില്ല. ആമേൻ. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു, നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് കർത്താവ് പ്രവർത്തിക്കുന്ന ഓരോ വഴികളെപ്പറ്റി കേട്ടു, ഓരോ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ ഇടയായി തീർന്നു. നമുക്ക് ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും പിശാചിന്റെ തന്ത്രങ്ങളെ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ കർത്താവ് അവരുടെ മേൽ ജയോത്സവത്തെ കൊണ്ടാടി എന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ജയോത്സവം എന്താന്നുള്ളത് നമ്മൾ കേൾക്കാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടതുപോലെ തന്നെ ഇന്നും നമുക്ക് കർത്താവിന്റെ വചനത്തിൽ നിന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കാം. ഓരോ ദിവസവും കേട്ടോണം വചനം കേൾക്കുമ്പോൾ നിങ്ങളൊരു കേൾവിക്കാരായിട്ടിരിക്കാതെ ആ തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുവരും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം കർത്താവ് നിങ്ങളോട് വ്യക്തമായി സംസാരിക്കുമ്പോൾ ഇടയായിത്തീരും. അപ്പൊ ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് വേഗത്തിൽ തന്നെ ഞാൻ ആ വാക്യത്തിലേക്കൊന്ന് പോകുവാണ്. ഇന്നലെ കേട്ട വചനത്തിന്റെ ബാക്കി ഭാഗം പോലെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യമാണ്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. വചനം നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കർത്താവ് ക്രൂശിൽ അവരുടെ മേൽ എന്ത് ചെയ്തു? ജയോത്സവത്തെ കൊണ്ടാടി എന്നാണ് പറഞ്ഞേക്കുന്നത്. ആമേൻ. അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന സമയത്ത്, കർത്താവിന്റെ വചനം വിശ്വസിക്കുന്ന സമയത്ത് ആദ്യം മനസ്സിലാക്കണം, എങ്ങനെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്കൊരു ബോധ്യമുണ്ടാകണം. നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചതുകൊണ്ടല്ല, എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തികൾ അറിയേണ്ടത്, എങ്ങനെയാണ് കർത്താവിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ദൈവം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള വലിയ പദ്ധതികളും വലിയ പ്രവൃത്തികളും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനാൽ തന്നെ എന്ത് ചെയ്യും? നമ്മൾ അനുഭവിക്കേണ്ടവരാണ്, നമ്മൾ കാണേണ്ടവരാണ്, നേടേണ്ടവരാണ്. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ ഒരു പ്രാർത്ഥന, ഇപ്പം നമ്മുടെ പ്രെയർ ലൈനിലൊക്കെ ആണെങ്കിലും വിളിച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവരെ വിളിച്ചിട്ട് നമുക്ക് അത്ര പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം നിങ്ങൾ പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഒരു പ്രെയർ റിക്വസ്റ്റ് നിങ്ങൾ അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളും, ഞാൻ സേഫായിട്ടിരുന്നോളും എന്നല്ല, ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവർ നിങ്ങളെ പ്രാർത്ഥനകളിൽ സഹായിക്കുകയും നിങ്ങൾ ആ വിശ്വാസത്തിലും ബലത്തിലും ധൈര്യപ്പെട്ട് വരികയാണ്. ഞാൻ അധികം നീട്ടുന്നില്ല, വേഗത്തിൽ ഞാൻ ആ വാക്യത്തിലേക്ക് പോവാണ്. നമുക്ക് സമയം ഈ 2 ദിവസമായിട്ട് ഒത്തിരി നീണ്ടു പോകുന്നുണ്ട്. അപ്പോൾ വചനം പറയുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അപ്പോൾ നമുക്കെതിരെയുള്ള വാഴ്ചകൾ, നമുക്കെതിരെയുള്ള അധികാരങ്ങൾ, ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു? കർത്താവ് ആയുധവർഗം വെപ്പിച്ചു.
അപ്പൊ നമുക്ക് ഇതെല്ലാം ആയുധവർഗം വെപ്പിച്ചു എന്ന് നമുക്കറിയാമെങ്കിലും, ഇതെല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ നമുക്കെല്ലാം മനസ്സിലായെങ്കിലും, പക്ഷേ നമുക്ക് പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് കർത്താവിലേക്കുള്ള ഈ ഒരു പ്രവൃത്തികളെ അനുഭവിക്കുന്നതും മനസ്സിലാകുന്നുള്ളത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എഫേസ്യ ലേഖനം 6 അധ്യായത്തിന്റെ 12 വാക്യത്തിൽ പറയുന്നു, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന്. അപ്പൊ അവന്റെ ശക്തി അല്ല എന്ന് ഇന്നലെ പറഞ്ഞു. ബൈബിൾ പറഞ്ഞിരിക്കുന്നത് പിശാചിന്റെ ശക്തിയോട് എതിർക്കാനല്ല, പിശാചിന്റെ തന്ത്രത്തോട് എതിർക്കാണ്. അപ്പൊ എന്തായിരിക്കും അവന്റെ തന്ത്രം? അവന്റെ തന്ത്രം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവപ്രവൃത്തികൾക്ക് വിരോധമായി, ദൈവം വെച്ചിരിക്കുന്നതിന് വിരോധമായി നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും സംഭവിക്കുവാൻ പോകുന്നില്ല എന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് അവന്റെ തന്ത്രം. അതായത് ദൈവത്തെ പറ്റിയുള്ള തെറ്റായ അറിവ് നിങ്ങൾക്ക് തരിക. ഇപ്പൊ ഞാൻ ഈ തന്ത്രം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഈ തന്ത്രങ്ങളോട് എതിർക്കാൻ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അവത്തിൽ 2 കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞു. ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച. അപ്പൊ വിശ്വാസം ഒരു പരിചയാണ്. പിശാചിന്റെ തന്ത്രത്തെ, ശക്തിയല്ല തന്ത്രത്തെ. എന്തുകൊണ്ടാണ് പിശാചിന്റെ ശക്തി എന്ന് അവിടെ എഴുതാത്തത്? ഇന്നലെ പറഞ്ഞാലും ഓർമ്മയുണ്ടോ? എന്തുകൊണ്ടായിരിക്കും പിശാചിന്റെ ശക്തി എന്ന് എഴുതാഞ്ഞത്? പിശാചിന് ശക്തിയില്ല. അപ്പൊ ക്രൂശിൽ യേശു അതിനെ ആയുധവർഗം വെപ്പിച്ചുകൊണ്ട് പിശാചിന് നിങ്ങളുടെ മേൽ ശക്തി കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇനി എങ്ങനെയാണ് അവൻ പലരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അവൻ തൻ്റെ ശക്തി കൊണ്ടല്ല, വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ കയറിക്കൂടുന്നത് നിങ്ങളുടെ അകത്തിരിക്കുന്ന വിശ്വാസം എന്ന പരിച അവനെടുത്ത് ഉപയോഗിച്ചിട്ട് നിങ്ങളെ പലപ്പോഴും കുടുക്കിലേക്ക് കൊണ്ടുപോകുന്നതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു വിശ്വാസി ദൈവസന്നിധിയിൽ നിൽക്കുന്ന സമയത്ത് ആഭിചാരമോ കൂടോത്രമോ മന്ത്രവാദമോ എന്ത് പ്രശ്നം വന്നാലും, ഇനി നിങ്ങളോട് ഒരാൾ പറയുകയാണ് ഞാൻ നിങ്ങൾക്കിട്ടത് ചെയ്തിട്ടുണ്ടെന്ന് നേരിട്ട് വന്ന് പറഞ്ഞാലും, നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ മനസ്സിലേക്ക് ഉടനെ എന്ത് ചെയ്യണം? വചനം കൊണ്ട് അതിനെ വെട്ടണം. എങ്ങനെ വെട്ടേണ്ടത്? ആഭിചാരം യാക്കോബിന് ഫലിക്കത്തില്ല, ലക്ഷണവിദ്യ ഇസ്രായേൽ നേക്കത്തില്ല. ഞാൻ കർത്താവിന്റെ അവകാശിയാണ്. ബൈബിൾ പറയുന്നു നിങ്ങളല്ലോ ദൈവത്തിന്റെ ഇസ്രായേൽ. ബൈബിൾ പറയുന്നു ഏക്കത്തില്ല. എന്നാലും ബ്രദറെ, അങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു സംശയം. ഏക്കത്തില്ലെന്ന് പറഞ്ഞാലും കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലല്ലോ. അങ്ങനെ ഞാൻ ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാവേ. അതിലേക്ക് ഒന്ന് വന്നിട്ട് നിങ്ങൾക്ക് അതിലോട്ട് പോയാൽ കുറച്ചുകൂടി എളുപ്പമാണ്. ആവർത്തന പുസ്തകത്തിലെ ഈ വാക്യം നോക്കിയാൽ അറിയാൻ പറ്റും. ആവർത്തന പുസ്തകം 1 അധ്യായത്തിന്റെ 28 വാക്യം. അവിടേക്ക് നാം കയറിപ്പോകുന്നതും ജനങ്ങൾ നമ്മളെക്കാൾ വലിയവരും ദീർഘായന്മാരും പട്ടണങ്ങൾ വലിയതും ആകാശത്തോളം എത്തുന്ന മതിലുകളുമാകുന്നു. ഞങ്ങൾ അവിടെ അനാക്യ അല്ലെങ്കിൽ മല്ലന്മാരാണ്, അനാക്യരെ കണ്ടു എന്ന് പറഞ്ഞു. നമ്മുടെ സഹോദരന്മാർ നമ്മുടെ ഹൃദയത്തെ ഉരുക്കിയിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കൂടാരത്തിൽ വെച്ച് പുറുപുറുത്തു എന്ന് പറഞ്ഞു. നോക്കിയേ, ഇത് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം കനാൻ ദേശം എത്തുന്നതിന് മുമ്പ് മോശ കുറച്ച് ഒറ്റുകാരെ ഉറ്റുനോക്കാൻ വേണ്ടി കുറച്ചു പേരെ അയച്ചു. അവര് പോയിട്ട് മടങ്ങി വന്നിട്ട് പറയുകയാണ്, അവിടെ എന്ത് കണ്ടു? വലിയ വലിയ കാര്യങ്ങളാണ് കണ്ടേക്കുന്നത്. അവര് പറയുകയാണ്, ഞങ്ങൾ അവിടെ കയറിപ്പോയി, നമ്മളെക്കാൾ വലിയവർ, അവർ ദീർഘായന്മാർ, പട്ടണങ്ങൾ വലിയത്, ആകാശം മുട്ടെ മതിലുകളുള്ളവ, അവിടെ അനാക്യ മല്ലന്മാരെ പറ്റി അനാക്യ മല്ലന്മാർ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ കണ്ടിട്ട് പറയുകയാണ്, നമുക്ക് ആ ദേശം അവകാശമായി കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ ഒറ്റുകാർ വന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങളോട് ദൈവം പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ പാലും തേനും ഒഴുകുന്ന ദേശം തരാൻ വേണ്ടി പോവാ. ഈ ദേശം ഉറ്റുനോക്കാൻ വേണ്ടി പോയി മടങ്ങി വന്നവർ പറയാണ്, നമ്മളാകെ 5 അടി പൊക്കമേ ഉള്ളൂ, അവിടെ 30 അടി പൊക്കമുള്ള വലിയ മല്ലന്മാരെ കണ്ടു, വലിയ വലിയ വലിപ്പമുള്ളവരെ കണ്ടു, അതികായകന്മാരെ കണ്ടു, വലിയ മതിലുകളും വലിയ കോട്ടകളും വലിയ ശക്തന്മാരെ കണ്ടു എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ അകത്തേക്ക് ഒരു ചിന്ത വരത്തില്ലേ, കർത്താവേ ഇത് ഞങ്ങൾക്ക് കിട്ടുവോ? ഒരു സംശയം വന്നില്ലേ? ഈ സംശയത്തിലൂടെയാണ് പിശാച് എന്ത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ തന്ത്രം പ്രയോഗിക്കുന്നത്.
കാരണം സാഹചര്യം നോക്കിയാൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട 5 അടി പൊക്കമുള്ള ആൾക്കാർക്ക് 30 അടി പൊക്കമുള്ള അനാക്യ മല്ലന്മാരെ ജയിക്കാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞേ, ഒന്ന് പറ, പറ്റുമോ? ഇല്ല. അപ്പൊ അവര് വന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ശരിയാണ്. കാര്യം അവിടെയുള്ള സഹോദരിമാരും കുഞ്ഞുങ്ങളും ആൾക്കാരും ഒക്കെ ചിന്തിക്കുകയാണ്, ശരിയാണല്ലോ, 30-40 അടിയുള്ള ഈ അനാക്യ മല്ലന്മാരെ എങ്ങനെയാ ഗുസ്തി പിടിച്ച് കീഴ്പ്പെടുത്തുന്നത്? അപ്പൊ അവര് വന്ന് പറഞ്ഞ കാര്യം കറക്റ്റാ. നമുക്ക് എങ്ങനെയാ പട്ടണം കിട്ടും? നേരത്തെ മറ്റൊരു വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാ പട്ടണം പിടിക്കാൻ പറ്റും? ഇതൊരു ചിന്ത അകത്തോട്ട് കയറി. ഈ കയറുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നറിയാവോ? നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് അവന്റെ ഒരു തന്ത്രം ഇറങ്ങി വരും. ദൈവം നിന്നെ എന്ത് ചെയ്യത്തില്ല, അത് കാണിക്കാൻ സാധ്യത കുറവാ. നമ്മുടെ മനസ്സിൽ പെട്ടപ്പോൾ ഇല്ലേ, ഓ എന്റെ ബ്രദറെ വലിയൊരു വിഷയമാ, കണ്ടോ നമ്മളെ കൊണ്ട് പറയിപ്പിച്ചില്ലേ? അവിടെ വചനം ശ്രദ്ധിച്ചു നോക്കിയേ, അവർ നമ്മളെക്കാൾ വലിയവർ, അനാക്യ മല്ലന്മാർ, അതികായകന്മാർ. അപ്പൊ ഇവരിങ്ങനെ വലിപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ എപ്പോഴും പറയാറില്ലേ, നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തിന് അത് മാറ്റാൻ നിമിഷങ്ങൾ മതി. പിശാചിന്റെ ശക്തിയോ അവന്റെ വലിപ്പമോ വലുതല്ല. യേശു അതിന്റെ ശക്തി മൊത്തം ആയുധവർഗം വെപ്പിച്ചു. യേശുവാ സർവശക്തൻ, ദൈവമാ സർവശക്തൻ. നിങ്ങളുടെ വിഷയത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എത്ര വലിയ ദുഷ്ട പിശാചാണെങ്കിലും, അവന് കൊമ്പോ വാലോ അവന് 100 അടി പൊക്കമോ എന്തോ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഒരു കാര്യം ഉറപ്പോണം, സർവശക്തൻ എന്റെ കർത്താവ്. എന്റെ കൂടെ പറ, സർവശക്തൻ എന്റെ കർത്താവാന്ന് പറ. ആമേൻ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഇവര് വചനത്തിൽ പറയുകയാണ്, വാക്യത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ വചനം നോക്കിയേ, അവർ നമ്മുടെ ഹൃദയം ഉരുകിയിരിക്കുന്നു. കണ്ടോ, ഇവരുടെ ഹൃദയം ഉരുകിയിരിക്കുന്നു, ഹൃദയം അങ്ങോട്ട് ഉരുകിപ്പോയി. അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, 21-ാം വാക്യം, അപ്പോൾ ഞാൻ നിങ്ങളോട്, നിങ്ങൾ ഭ്രമിക്കരുത്, അവരെ ഭയപ്പെടരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നു. നിങ്ങൾ കാണുകെ അവൻ മിസ്രൈമിൽ മരുഭൂമിയിൽ ചെയ്തതുപോലെയൊക്കെയും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്തുവോളം നടന്ന എല്ലാ വഴികളിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചു, നിങ്ങൾ കണ്ടുവല്ലോ എന്നുത്തരം പറഞ്ഞു. ഇവിടെ നിങ്ങൾ നോക്കിയേ, അപ്പൊ ഇവിടെ വചനം പറയുക, നിങ്ങൾ ഭ്രമിക്കരുത്, നിങ്ങൾ ഭയപ്പെടരുത്. അപ്പൊ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നതും ഭ്രമിപ്പിക്കുന്നതുമൊക്കെ തന്ത്രമാണ്. ഒരു കാര്യം ഉറപ്പിച്ചോണം, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. എത്ര കൊടിയ പിശാചുക്കൾ ഈ ലോകത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര പ്രതിസന്ധിയാണെങ്കിലും വചനം മറന്നു പോകരുത്. പിശാചിന്റെ തന്ത്രം എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയം ഭയങ്കര വലിയ വിഷയമാണ്. ഇതിൽ നിന്ന് കര കയറുക എന്നുള്ളത് വലിയ കാര്യമാണ് കേട്ടോ. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഉടനെ ആരെങ്കിലും വന്നിട്ട് നിങ്ങളോട് ഇന്ന് സംസാരിക്കും, കണ്ടോ ഈ പ്രശ്നത്തിന്റെ അകത്തൊന്നും നിങ്ങൾ കര കയറാൻ സാധ്യതയൊന്നുമില്ല. അത് ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, ഒരു പ്രാർത്ഥനാക്കാരനായിരിക്കാം, ഒരു ബൈബിൾ പണ്ഡിതനായിരിക്കാം, ഒരു സുവിശേഷകനായിരിക്കാം, അയൽവക്കക്കാരനായിരിക്കാം, ഏത് രീതിയിലാകും. പക്ഷേ വചനത്താൽ വിവേചിക്കണം. എങ്ങനെ വചനത്താൽ വിവേചിക്കുന്നത്? ഇനി ഞാൻ എഫേസ്യ ലേഖനത്തിലേക്ക് ഒന്ന് വരാം. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ പറയാണ് ദുഷ്ടന്റെ തീയമ്പുകൾ. അപ്പൊ എന്താ തീയമ്പ്? അവന്റെ തൊട്ടുമുള്ളത്തെ വാക്യത്തിൽ പറഞ്ഞു പിശാചിന്റെ തന്ത്രം. അപ്പൊ ഈ തീയമ്പെന്ന് പറഞ്ഞാൽ ശക്തിയല്ല, തന്ത്രമാണ്. അതൊക്കെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം. അപ്പൊ എന്താ വിശ്വാസം എന്ന പരിചയം? ഇവിടെ നോക്കിയേ, ഇവിടെ വിശ്വാസം എന്ന പരിചയം ആവർത്തന പുസ്തകം നോക്കിയേ, ഇത്രയും ആൾക്കാർ വന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ ഹൃദയം, നോക്കി നിങ്ങൾ ഈ വാക്യം നോക്കിയേ, ഉരുകിയിരിക്കുന്നു. അവർ ഹൃദയം ഉരുകിയിരിക്കുമ്പോൾ വിശ്വാസം എന്ന പരിചയം ഉയർത്തിയിട്ട് മോശ പറയുകയാണ്, ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭ്രമിക്കരുത്, ഭയപ്പെടരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നു. നിങ്ങൾ കാണുക അവൻ മിസ്രൈമിൽ മരുഭൂമിയിൽ ചെയ്തതുപോലെ ഒക്കെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇതാണ് വിശ്വാസം എന്ന പരിചയം ഉയർത്തിപ്പിടിക്കുക. ഇവിടെ മോശ എന്ത് ചെയ്യുകയാണ്? ഈ വിശ്വാസം എന്ന പരിചയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഒരുത്തനെയും പേടിക്കണ്ട, ഒരനാക്യ മല്ലനെയും പേടിക്കണ്ട, അവൻ പണിത കോട്ട പേടിക്കണ്ട, അവന്റെ ശക്തി പേടിക്കണ്ട, അവന്റെ ഒന്നും നിങ്ങൾ പേടിക്കണ്ട. നമ്മുടെ മുമ്പിൽ ദൈവം നടക്കുന്നുണ്ട്. വിശ്വാസം എന്ന അതിന്റെ അർത്ഥം മോശയോട് ചോദിക്കും, മോശെ ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, മോശെ ഈ യുദ്ധം ജയിക്കുമെന്ന് 6 അടി പൊക്കമുള്ള മോശെ നിങ്ങളെക്കാൾ 5 അടി 50 അടി പൊക്കമുള്ള അനാക്യ മല്ലനെ എങ്ങനെ ഗുസ്തി പിടിച്ച് മറിച്ചിടും? മോശയോട് ചോദിക്കുക, 50 വയസ്സുള്ള അപ്പച്ച
30-40 അടി പൊക്കമുള്ള വലിയ അനാക്യ മല്ലന്മാരെ എങ്ങനെ നിങ്ങൾ ഗുസ്തി പിടിച്ച് മറിച്ചിടുമെന്ന് ഏതെങ്കിലും ഒരു സഹോദരൻ ചോദിച്ചാൽ മോശ ഉടനെ തന്റെ വിശ്വാസം എന്ന പരിചയം ഉയർത്തിയിട്ട് പറയും, വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. മോശ പറയും, 30 അടിയും 40 അടിയും പൊക്കമുള്ള അനാക്യമലനെ എങ്ങനെ ഗുസ്തി പിടിച്ച് മറിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അവൻ നമ്മുടെ മുമ്പിൽ തോൽക്കും, ആ ദേശം നമ്മൾ പിടിക്കും. വിശ്വാസം എന്ന പരിചയം ഉയർത്തിപ്പിടിച്ചു. ഇനി വചനം എന്ന വാളുകൊണ്ട് വെട്ടണം. ഇവിടെ നിങ്ങൾ നോക്കണം, വചനം എന്ന വാളുകൊണ്ട് എങ്ങനെ വെട്ടും. ആമേൻ. നിങ്ങൾ നോക്കിയേ, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ 35-ാമത്തെ വാക്യം നോക്കിയാൽ മതി. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തിട്ടുള്ള നല്ല ദേശം ഈ ദുഷ്ട തലമുറയുടെ പുരുഷന്മാർ ആരും കാണത്തില്ല. എന്നിട്ട് പറയാണ്, യെഫുന്നയുടെ മകനായ കാലേബ് മാത്രം അത് കാണുകയും അവൻ യഹോവയോട് പൂർണ്ണമായും പറ്റിയിരിക്കുകയും ചെയ്തതുകൊണ്ട് അവനും തൻ്റെ പുത്രന്മാർ അവൻ ചവിട്ടിയ ദേശം താൻ കൊടുക്കുകയും ചെയ്യുമെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ദൈവം തൻ്റെ വാക്ക് പുറത്തേക്ക് പറയുകയാണ്. ഞാൻ പറഞ്ഞ വാക്ക് ഇതാണ് നമ്മുടെ വാള്. പിശാചിന്റെ തന്ത്രം എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ അകത്ത് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം പോരാട്ടമാണെന്നും ബന്ധനമാണെന്നും അതാണെന്നും ഇതാണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഭയപ്പെടുത്തും. അതിനെ കൂട്ടുപിടിക്കാൻ വേണ്ടി ചില ആൾക്കാരും വന്നെന്നിരിക്കും. അതിനെ പ്രോത്സാഹിപ്പിക്കും. സഹോദരി, പ്രാർത്ഥിച്ച് ഇതിൻ്റെ മേൽ ജയം എടുത്തില്ലെങ്കിൽ നമ്മൾ കുടും കേട്ടോ, ഒന്നും പേടിക്കണ്ട, ഇങ്ങനെ വിളിച്ചു പറയണം. അവിടെ പ്രാർത്ഥനയല്ല ചെയ്യേണ്ടത്, പകരം വാളുകൊണ്ട് വെട്ടാൻ പഠിക്കണം. ദൈവം എൻ്റെ കൂടെയുണ്ട്. ആ വചനം അങ്ങോട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിളിച്ചു പറയണം, ഈ വിഷയത്തിൻ്റെ മേൽ ദൈവം സർവശക്തനായതുകൊണ്ട് സകല പിശാചുക്കളെയും, അവൻ്റെ തന്ത്രമല്ല അവൻ്റെ ശക്തി എനിക്കെതിരെ നടക്കത്തില്ല. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, പിശാചിന്റെ ഒരു ശക്തിയും എൻ്റെ മേൽ ഫലിക്കത്തില്ലെന്ന് പറ. പിശാചിന്റെ ഒരു ശക്തി എൻ്റെ മേൽ, കാര്യം അവന് ശക്തി, ഒരു വിശ്വാസിക്കെതിരെ അവന് ശക്തി എടുക്കാൻ പറ്റത്തില്ല. ഇനി നമ്മൾ ആത്മമണ്ഡലത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാൻ വേണ്ടി പോവാം, സ്പിരിച്വൽ വേൾഡിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ഇനി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ദർശനങ്ങളിലൂടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? അല്ലെങ്കിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് ആ വ്യക്തിയുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അകത്ത് ദർശനങ്ങൾ തുറന്നു വരുന്നത്? ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഇരിക്കുന്ന സമയത്ത് തന്നെ, വചനവുമായിട്ടിരിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്നത്, നിങ്ങൾ ചോറും കറിയും എല്ലാം വെച്ചിട്ട്, അല്ലെങ്കിൽ വീട്ടിലെ അടുക്കളപ്പണി എല്ലാം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ജോലിയെല്ലാം കഴിഞ്ഞിട്ട്, യാത്ര എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും മൂക്കും കുത്തി ഉറങ്ങിപ്പോകുന്നത്. പലരും പറയും, ബ്രദറെ, ഞാൻ ബൈബിൾ തുറന്ന് എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ എനിക്ക് ഓർമ്മ വന്നത് മൂക്കിടിച്ച് വീണപ്പോഴാണ്, ഉറങ്ങിപ്പോയി. പലരെയും പരാതി ചെയ്ത എന്താ കാരണമെന്നറിയാവോ? നമ്മൾ ബൈബിൾ വചനത്തിന്റെ മുമ്പിലേക്ക് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചോണം, ദൈവവചനം ഇതൊരു പോർട്ടലാണ്. ദൈവത്തെയും നിങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് കർത്താവിൻ്റെ വചനം. നോക്കിയാണ്, ഇത് അൺമ്യൂട്ട് എന്തിനാ മാറ്റുന്നത്? നിങ്ങളിപ്പം അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവത്തിന്റെ വചനം. ഇപ്പൊ നിങ്ങൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഒരു വചനം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ വചനം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ദർശനങ്ങളിലൂടെ കർത്താവ് സംസാരിക്കും. പല രീതിയിൽ കർത്താവ് സംസാരിക്കും. ഒന്ന്, നിങ്ങൾക്ക് ചിത്രങ്ങളിലൂടെ. ഞാൻ ഓരോ സ്റ്റേജ് പറയുകയാണ്, ദൈവശബ്ദത്തിന്റെ ഓരോ സ്റ്റേജ് പറയാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില സിംബലുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും, ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുകയാണ്, അപ്പോൾ ഒത്തിരി തന്ത്രത്തിന്റെ അകത്ത് നിൽക്കുന്നത്, വലിയൊരു പ്രതികൂലം നിൽക്കുക. ഇപ്പോൾ ഒരു കൊച്ചിന്റെ വിഷയത്തിന്റെ ഉദാഹരണം പറയാം. നിങ്ങളൊരു പ്രതികൂലത്തിന്റെ അകത്ത് നിൽക്കുക, ആ കൊച്ചിന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന് വിചാരിച്ചു. എന്നാ പ്രാർത്ഥിക്കുന്നത്? കർത്താവിന്റെ കൊച്ചിനെ നന്നാക്കണേ, കൊച്ചിനെ വിടിവിക്കണേ, കൊച്ചിനെ ശരിയാക്കണേ. ഇതൊന്നും അല്ല പ്രാർത്ഥിക്കേണ്ടത്. കൊച്ചിനെ നന്നാക്കുന്ന കാര്യമോ കൊച്ചിന് രക്ഷപ്പെടുന്ന കാര്യമോ അല്ല പ്രാർത്ഥിക്കേണ്ടത്. പകരം വചനം പറയണം. എന്താ ദൈവം പറഞ്ഞിരിക്കുന്നത്? ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയെ അറിയും. എൻ്റെ തലമുറ അവൻ്റെ പേര് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ മോളുടെ പേരാണെങ്കിൽ മോളുടെ പേര് പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ മക്കളുടെ പേരാണെങ്കിൽ അവരൊക്കെയും പേര് പറഞ്ഞിട്ട് പറയണം, അവരെ യഹോവ എൻ്റെ മുമ്പിൽ അനുഗ്രഹമാക്കും, അവർ സാക്ഷിയായി തീരും. ഇത് പറഞ്ഞുകൊണ്ട് ഇത് പറയുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെന്നിരിക്കട്ടെ, ഏതെങ്കിലും ഒരു തടസ്സം ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ അകത്തേക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ചിത്രമോ
ഏതെങ്കിലുമൊക്കെ വ്യക്തികളുടെ മുഖമോ ഏതെങ്കിലുമൊക്കെ വചനമോ ഏതെങ്കിലുമൊക്കെ വാക്കുകളോ വരുവാണെങ്കിൽ അത് തനിയാവർത്തനമായിട്ട് ആ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുന്ന സമയത്ത് തനിയാവർത്തനമായിട്ട് വീണ്ടും വീണ്ടും ഒരേ കാര്യം മറ്റെന്തെങ്കിലും പൊങ്ങി പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ചിത്രങ്ങളോ ആ ചിന്തകളോ വ്യക്തികളോ പേരുകളോ സാഹചര്യങ്ങളോ സ്ഥലങ്ങളോ അത് പിന്നെയും വരുമ്പോൾ മനസ്സിൻ്റെ അകത്തൊരു വിഷമമോ അല്ല സന്തോഷമോ വരുന്നുണ്ടെങ്കിൽ ഇതിനെ വിവേചിക്കുകയാണ്. ഇത് ഈ ഒരു ചിത്രം കാണുമ്പം അല്ലെങ്കിൽ എന്തൊരു പ്രത്യേക ഒരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് ആ വചനം പറഞ്ഞ് കണ്ണടച്ചുകൊണ്ട് ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയും അവരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അസ്വാഭാവികമായിട്ടൊരു വിഷമം പെട്ടെന്ന് മനസ്സിൽ അങ്ങനെ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അസ്വാഭാവികമായിട്ടൊരു വിഷമമോ സങ്കടമോ പെട്ടെന്ന് വന്നവരുണ്ടോ? ഉണ്ട് ബ്രദറെ. ഉണ്ട്. ഇല്ല ബ്രദർ, നേരത്തെ കൊണ്ടായിരുന്നു. നാവ് പുറകോട്ട് ഒരു മിനിറ്റ് ശ്രദ്ധിച്ചോണേ. അപ്പൊ അങ്ങനെ ചില വിഷമങ്ങൾ വരുന്ന സമയത്ത് ഇനി ശ്രദ്ധിച്ചോണം. അങ്ങനെ വരുന്ന സമയത്ത് ആ വിഷയത്തിന്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുതൽ, അതായത് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനവും ആ വിഷയം തമ്മിൽ എവിടെയോ എന്തോ ഒരു തടസ്സം പോലെ നിൽപ്പുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവിൽ നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്യും. ഇവിടെ വീണ്ടും ഞാൻ പറഞ്ഞു, ഈ യുദ്ധം പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് മാത്രമേ അതിനെ വെട്ടാനുള്ള ആയുധമുള്ളൂ. വചനം കൊണ്ട് വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് അവിടെ ചില കാര്യങ്ങൾ വെളിപ്പെടും. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ശുശ്രൂഷയിൽ പലപ്പോഴും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം പല കാര്യങ്ങൾ. ഞാൻ കൊണ്ട് അവിടെ ശ്രദ്ധിച്ചോണേ. വെളിപ്പെടുന്ന സമയത്ത് ഓരോ കാര്യം വെളിപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഏതോ ഒരു വ്യക്തിയുടെ ഓരോ കാര്യങ്ങൾ, ഉദാഹരണം കഴിഞ്ഞ ദിവസം ഒരു പേര് വെളിപ്പെട്ട്, ഞാൻ ആ പേര് ഞാൻ മറന്നുപോയി. ഏതോ ഒരു പേര് വെളിപ്പെട്ട സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട് വീടിൻ്റെ അകത്ത് 2 കളറുള്ള പെയിന്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് 63 വയസ്സുള്ള ഒരു വ്യക്തിയെ കാണിക്കുന്നു. ആ വ്യക്തിയുടെ പേര് വെളിപ്പെട്ടത്, ആ പേര് ഞാൻ മറന്നു. ഏതായിരുന്നു ആ പേര്? ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ദിവസം സാക്ഷി പറഞ്ഞത് വിജയൻ അല്ലേ? ഓക്കെ. അപ്പൊ ആ സഹോദരി പറഞ്ഞു, അപ്പൊ വീടിന്റെ അകത്ത് ഒരു മുറി വെളിപ്പെട്ടത് കണ്ടോ? ആ മുറിയുടെ ഒരു മുറിയിൽ മാത്രം 2 കളർ പെയിന്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 63 വയസ്സുള്ള ഒരു വ്യക്തി ഇരിക്കുന്നത് കാണിക്കുന്നു. അതിൻ്റെ അകത്ത് വിജയൻ എന്ന് പറയുന്ന വ്യക്തി, ഈ 63 വയസ്സുള്ള വ്യക്തിയുടെ പേര് ഇതാണെന്നുള്ളത് കർത്താവ് വെളിപ്പെട്ടു. അപ്പൊ എങ്ങനെയായിരിക്കും ബ്രദറിന് അത് വെളിപ്പെട്ടത്? അവരുടെ സഹോദരന്റെ പേരാണത്. ആ സഹോദരി പറഞ്ഞിട്ടില്ല. എങ്ങനെയായിരിക്കും ബ്രദറിന് അത് മനസ്സിലായത്? പോയല്ലേ? പേര് എഴുതി കാണിച്ചിട്ടു. ദർശനത്തിലൂടെ ദർശനത്തില് പേര് കാണിച്ചിട്ടു. അപ്പൊ അതെങ്ങനെയാണ് വെളിപ്പെടുത്തി? അതായത് ഇപ്പൊ ആ സഹോദരി പറഞ്ഞു, പലരും പറയാറുണ്ട്, ബ്രദറെ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാക്ക് സഹോദരി പറഞ്ഞു, അത് വെളിപ്പെട്ടപ്പോൾ അവർക്ക് അറിയത്തില്ല. അവര് പിന്നെ പോയി തപ്പി നോക്കിയപ്പോൾ ആ സാധനം അവിടെയുണ്ട്. അതായത് അവരത് മറന്നുപോയത് അവിടെ ഇരുന്നത്, പക്ഷെ കർത്താവ് അത് വെളിപ്പെടുത്തും. അപ്പം ഓരോ വ്യക്തികളെ കർത്താവ് ലൊക്കേറ്റ് ചെയ്യുന്നു. അതായത് ഇതിന് പറയുന്ന പേരാണ് പ്രൊഫറ്റിക്കൽ ലൊക്കേഷൻ എന്ന് പറയും. അതായത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രവചനത്തിന്റെ ആത്മാവിലൂടെ ലൊക്കേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ ആത്മാവിൽ നിങ്ങൾ വെറുതെ ഈ പോരാട്ടമാണ് ബന്ധനമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഇതെന്താണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് നിങ്ങളുടെ വീടിന്റെ കുടുംബത്തിലെ സകല വിഷയത്തെ മുഴുവനും എന്ത് ചെയ്യാൻ പറ്റും? ജയിക്കുവാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു മനുഷ്യനോടും വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കരുത്. ആദ്യം കൃപാവരങ്ങളിൽ ഉപയോഗിക്കപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനോടും എന്ത് ചെയ്യരുത്? വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കരുത്. ആരോടെങ്കിലും ദേഷ്യം വന്നാൽ, ദേഷ്യപ്പെടാൻ വേണ്ടിയല്ല, അബദ്ധവശാൽ ഒരു ദേഷ്യം വന്നുപോയി, ബ്രദറെ അറിയാതെ വായെന്നൊരു വാക്ക് വന്ന്, ചീത്ത പറയാൻ വേണ്ടി ഞാൻ പ്രോത്സാഹിപ്പിക്കുകയൊന്നുമല്ല, അബദ്ധവശാൽ ഒരു വാക്ക് വന്നു പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ആ വ്യക്തിയോട് ക്ഷമ പറയണം, ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കണം. 2, ഞാൻ പറഞ്ഞ പോലെ താഴ്മ ധരിക്കണം. നമുക്ക് 2 വചനമൊക്കെ പറയാൻ കിട്ടിയാൽ ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു നെകളവകത്ത് കയറും, നമ്മൾ എന്തോ ആയി എന്നൊരു ചിന്ത വരും. ഇവിടെ താഴ്മ ധരിക്കണം. ഇതെല്ലാം ഞാൻ ആദ്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അടുത്തൊരു ലെവലിലേക്ക് നിങ്ങൾ കയറണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ പഠിക്കണം. ഒരു ദൈവദാസന്റെയോ ഒരു ബ്രദറിന്റെയോ കുറ്റം പറയരുത്. ഞാൻ ഇന്ന് ചുമ്മാ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴേക്കും ഒരു വ്യക്തിയുടെ, ഒരു ദൈവദാസന്റെ അദ്ദേഹം ഒരു പിന്മാറ്റാവസ്ഥയിലേക്ക് പോയ ഒരു വീഡിയോ ജസ്റ്റ് സ്ക്രോൾ ചെയ്തപ്പം കാണണമെന്ന് ആഗ്രഹിച്ചതല്ല, ആ വ്യക്തിയുടെ ചിത്രം കണ്ടപ്പോൾ ഞാൻ കണ്ടതാ. അത് ഇങ്ങനെ കുറച്ചു നേരം ഞാൻ കേട്ടു. അപ്പോൾ അദ്ദേഹം നെഗറ്റീവായിട്ട് പറയുമല്ല, അദ്ദേഹം സംഭവിച്ച ചില കാര്യങ്ങൾ പറയും. ഞാനത് താഴോട്ട് ഇറങ്ങി വന്ന് വീണ്ടും താഴെ ഇറങ്ങി ഞാൻ കുറച്ചു നേരം ആ വ്യക്തിക്ക് വേണ്ടി ഒരു നിമിഷം മുട്ടയിരുന്നൊന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, കേട്ടത് സത്യമാണോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല.
അദ്ദേഹത്തെ പറ്റി കേൾക്കാൻ ആഗ്രഹിച്ചതല്ല, ഇനി കേട്ടതോ ഇല്ലായിരിക്കട്ടെ. കർത്താവെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ നമ്മൾ ചെയ്യുന്നവരാകണം. ഏതെങ്കിലും ദൈവദാസന്റെ കുറ്റം കേട്ടോ, നീ അറിഞ്ഞോ കേട്ടോ, ആ പുള്ളി അങ്ങനെ എങ്ങനെയാന്ന് പോയി പറയരുത്. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ കർത്താവിന് നിങ്ങളോട് വളരെ ഇഷ്ടമുണ്ടാകും. ഇനി ശ്രദ്ധിച്ചോണം, ഞാൻ ഇതിലോട്ടൊന്ന് വരാം. തുടക്കത്തിൽ പറഞ്ഞതുള്ളൂ, ആരോടും നമ്മൾ ആരെയും കുറഞ്ഞു കാണിക്കരുത്. ഒരു മനുഷ്യനെയും നമ്മൾ ആ പുള്ളി അങ്ങനെ ഈ പുള്ളി ഇങ്ങനെ പറയാൻ നിൽക്കരുത്. ഇതെല്ലാം നിങ്ങളുടെ കൃപാവരങ്ങളെ ബാധിക്കും. ശ്രദ്ധിച്ചോണം. ഇപ്പം ഞാൻ നമ്മുടെ കൂട്ടായ്മ വെച്ച് തന്നെ ഞാൻ പറയാം. ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കണം, ദൈവം ഒരു വാക്ക് പറഞ്ഞു നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത്. ഇപ്പം ഞാൻ ആ ഒരു എഫേസ് ലേഖനത്തിലേക്കൊന്ന് വരുവാണേ. സമയം മുന്നോട്ട് പോയാൽ വീണ്ടും ഇവിടെ നമ്മൾ ബ്രേക്ക് ഇടേണ്ടി വരും. പിന്നെയും നമ്മൾ നാളെ വീണ്ടും ഇതിൻ്റെ കണ്ടിന്യൂസ് പോകേണ്ടി വരും. ഇവിടെ നിങ്ങൾ നോക്കിയ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തു നിൽക്കണം. ദൈവവചനം എന്ന ആത്മാവിന്റെ വാള് നോക്കിയ, ദൈവവചനം എന്ന ആത്മാവിന്റെ വാള് കൈക്കൊള്ളുവിൻ. ഇപ്പം നമ്മൾ സ്പിരിറ്റിലായിരിക്കണം വചനം പറയുന്നത്, ആത്മാവിലായിരിക്കണം വചനം പറയേണ്ടത്. എന്താണ് ഈ ആത്മാവിന്റെ വാളെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് മൊത്തവും നമ്മുടെ കടഭാരം, പിള്ളേരുടെ വിഷയം, കുടുംബ വിഷയം, നമ്മൾ അനുഭവിക്കുന്ന രോഗവിഷയം, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടേയിരിക്കും. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ പോലും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റാതെ നമ്മളിങ്ങനെ കരയിപ്പിക്കുന്ന വിഷയമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം കുറച്ചു നേരം നടന്നുകൊണ്ട് വചനം പറയണം. ഇരിക്കാൻ നോക്കരുത്. ആ സമയത്ത് കുറച്ചു നേരം വീടിൻ്റെ പെരക്കകത്തെല്ലാം നടന്നുകൊണ്ടൊക്കെ വചനം പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് മനസ്സൊന്ന് ഫ്രീ ആയെന്ന് തോന്നുമ്പോൾ വന്നിരിക്കണം. എന്നിട്ട് ഇരുന്നിട്ട് നിങ്ങൾ ആ വചനം പറഞ്ഞുകൊണ്ട് പിന്നെയും പ്രാർത്ഥിക്കുമ്പോൾ ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കണം. ഇനി ഉറങ്ങിപ്പോകും ബ്രദറെ, ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരുന്ന മൂക്കും കുത്തി തലേ വീണിരിക്കും ബ്രദറെ, അതിൻ്റെ അർത്ഥം അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് മുട്ടയിരുന്നു. ചിലപ്പോൾ ചാരി ഇരിക്കുമ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ ഈ ചാരി ഇരുന്ന് ചിലപ്പോൾ പ്രാർത്ഥിച്ച് ചിലപ്പോൾ ഉറങ്ങിപ്പോകേണ്ടി നടന്നൊക്കെ ചിലപ്പോൾ ചില സമയത്ത്, എപ്പോഴും അല്ല, ചില സമയങ്ങളിൽ. അപ്പോൾ ഞാൻ എണീറ്റ് നടക്കും. ഇനി അങ്ങനെ നിങ്ങൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ വചനം പറഞ്ഞ് നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ലോകത്തില്ലാത്ത സകല വിഷയങ്ങൾ വരും, ബലഹീനതകൾ വരും, നമ്മളെ ആകർഷിക്കുന്ന രീതിയിലെ പല ചിന്തകൾ വരും, ആവശ്യമില്ലാത്ത വൃത്തിഹീനമായിട്ടുള്ള പല ചിന്തകളും നമ്മുടെ മനസ്സിലോട്ട് എല്ലാം ഒരുമിച്ച് വരും. എന്നാൽ നിങ്ങൾ ഈ വചനം പറഞ്ഞ് ആ വചനം തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ചില അസ്വാഭാവികമായ എന്തെങ്കിലും ചിത്രങ്ങളോ രൂപങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ സകല നെഗറ്റീവുകളെയും ഞാൻ ആത്മാവിൽ അതിനെ വെട്ടി നീക്കുന്നു എന്ന് പറയണം. ശ്രദ്ധിച്ചോണം, അതിനെ ബ്രേക്ക് ചെയ്തോണം. ചിലത് വെളിപ്പെട്ട് വരുമ്പോൾ ബ്രേക്ക് ചെയ്തോണം, വെട്ടി നീക്കിക്കോണം. ഇനി ചില ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ അകത്തേക്ക് ഒരു സന്തോഷം വരുന്നുണ്ട്. അതിലില്ലാത്തൊരു സമാധാനവും സന്തോഷവും വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വചനത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് അടുത്തൊരു ഡെലിവറൻസ്, ഒരു വിടുതലിലേക്ക് നിങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ആത്മാവിൻ്റെ വാളുകൊണ്ട് വെട്ടിക്കൊണ്ടിരിക്കുക നമ്മൾ കേട്ടോ. ഇനി വചനം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലൊരു സന്തോഷമില്ല, പെട്ടെന്നൊരു സങ്കടവും പ്രയാസവും വരുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വചനത്തിലൂടെ ഏതൊക്കെയോ തടസ്സങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്താണ് നിങ്ങളെ അന്യഭാഷകൾ സഹായിക്കുന്നത്. ഇനി അന്യഭാഷ വരവില്ല എന്നുള്ളത് എക്സ്ക്യൂസ് ഒന്നും അല്ല കേട്ടോ. എനിക്ക് അന്യഭാഷ വരവില്ലെന്ന് പറഞ്ഞ എക്സ്ക്യൂസ് ഒന്നുമല്ല. അടുത്ത തവണ മുതൽ അന്യഭാഷ നിങ്ങൾ പ്രാപിക്കണം. അന്യഭാഷ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റുന്നൊന്നുമില്ല. കാൽവരി ക്രൂശിലൂടെ കർത്താവ് എല്ലാവർക്കും മേടിച്ച് തന്നിട്ടുണ്ട്. അന്യഭാഷാ പ്രാർത്ഥനകളിൽ പങ്കുചേർന്ന് ആ അഭിഷേകത്തെ നിങ്ങൾ സ്വീകരിക്കണം. നോക്കി, അപ്പോൾ നിങ്ങൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ ചില ചിത്രങ്ങൾ കാണും. ഒരേ ചിത്രങ്ങളോ ഒരേ രൂപങ്ങളോ ഒരേ വാക്കുകളോ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പിന്നെയും തനിയാവർത്തനമായി കാണും. ഞാനിതൊക്കെ ഒരു ഫസ്റ്റ് സ്റ്റേജാണ് പറയുന്നത്. ഇത് കാണുന്നുവെങ്കിൽ കൂടുതൽ ആ കാണുന്ന കാഴ്ചകളെ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഞാനിപ്പം ടോമസ് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിപ്പം ഒരു പ്രത്യേക രീതിയിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും രൂപമോ ചിത്രമോ കാണും. ഉടനെ നിങ്ങളത് പറയും, അയ്യോ അദ്ദേഹത്തിൻ്റെ അതിലൊരു പോരാട്ടം ഉണ്ടെന്ന് പറയരുത്. ആ ചിത്രം അല്ലെങ്കിൽ അങ്ങനത്തെ രൂപമോ കാണുന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം, നിങ്ങൾക്കതിനെ വെട്ടി മാറ്റാനുള്ള ശക്തിയുണ്ട്. നിങ്ങൾ ഉടനെ എന്ത് ചെയ്യണം, അത് കാണുമ്പോൾ പേടിക്കാതെ യേശുവിൻ്റെ നാമത്തിൽ സകല പിശാചിൻ്റെ തന്ത്രത്തെ ഞാൻ ആത്മാവിൽ വെട്ടിക്കളയുന്നു. ഉടനെ വചനം പറഞ്ഞ് അടുത്ത സ്റ്റെപ്പിലോട്ട് കയറിക്കണം. ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിലെടുക്കത്തില്ല. ആ ഒരു അടുത്ത വചനം പറഞ്ഞ് അടുത്ത സ്റ്റെപ്പിലോട്ട് കയറണം.
അങ്ങനെ നിങ്ങളുടെ ഓരോ വിഷയത്തിൻ്റെ മേൽ ഓരോ കാണുന്ന വിഷയത്തെ ബ്രേക്ക് ചെയ്ത് വചനത്താൽ എന്ത് ചെയ്യണം, ഓരോ സ്റ്റെപ്പിലും മൂവ് ചെയ്യണം. ഇവിടെ എന്താ സംഭവിച്ചെന്ന് അറിയാവോ? ഈ ആദ്യമ കാലഘട്ടത്തിലേക്ക് ഇങ്ങനെയായിരുന്നു. പിന്നീട് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുന്നോട്ട് ഈ വചനത്തെ വ്യാഖ്യാനിക്കുവാനുള്ള ആ ഒരു കഴിവ് പല ആളിലും നഷ്ടപ്പെട്ടു പോയി. ഇപ്പം നമ്മളിപ്പം ഇത് കിട്ടിയത് ബ്രദർ വലിയ ആളായതുകൊണ്ടല്ല, കൃപയാൽ നമുക്ക് ദൈവം തന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആവശ്യമില്ലാത്ത ഒന്നും കേൾക്കാൻ വേണ്ടി പോകരുത്. യൂട്യൂബ് തുറന്നാൽ നമുക്ക് ഇഷ്ടം പോലെയുണ്ട്. ഇവിടെ നിന്ന് ഇനി വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നല്ലതേ കേൾക്കാവുള്ളൂ. എൻ്റെ കൂടെ പറഞ്ഞിട്ട് നല്ലതേ കേൾക്കാവുള്ളൂ എന്ന് പറയാം. വിശ്വാസം വർദ്ധിക്കുന്ന പ്രസംഗങ്ങളെ കേൾക്കാവുള്ളൂ എന്ന് പറയാം. വിശ്വാസം വർദ്ധിക്കുന്ന പ്രസംഗങ്ങളെ വിശ്വാസം വർദ്ധിക്കുന്ന പ്രസംഗങ്ങളെ കേൾക്കാവൂ. ഇനി കേട്ടോണം. ഇനിയിപ്പം ഞാൻ ശ്രദ്ധിച്ചോണം. ഇപ്പം നമ്മുടെ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പം ഒരു കാര്യം വെളിപ്പെടുക. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു, എനിക്ക് കുറേ കാലം മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് 2 സ്ഥലങ്ങൾ കർത്താവ് എൻ്റെ ഉള്ളിൽ വരുമായിരുന്നു. അപ്പം ഞാൻ ഓർത്തിയത് ഏതായി ഈ ഒരു സ്ഥലം. ഒന്ന്, ഒരു പ്രത്യേക രീതിയിൽ ഒരു കടലിൻ്റെ തിരമാലയുടെ ശബ്ദവും ഈ ഒരു സ്ഥലവും പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെ കാണിക്കും. ചില ഉദാഹരണങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ഈ ഒരു സ്ഥലം വല്ലാത്തൊരു സ്ഥലമാണ് ഞാൻ കാണുന്നത്. അപ്പം മുൻപ് ഞാൻ പോയിട്ടുമില്ല, എനിക്ക് മുൻ പരിചയമില്ല സ്ഥലം. ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഞാൻ യാദൃശ്യമായിട്ടൊരു സ്ഥലത്ത് എനിക്ക് ഒരു ദൈവം തന്ന ഒരു പ്രത്യേകതയായിരിക്കാം, എനിക്ക് ഈ ചില സ്ഥലങ്ങൾ കണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ തോന്നും. അതിപ്പം ഉൾക്കാടാണെങ്കിലും ചില ഇടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ട് അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ തോന്നും. അങ്ങനെ ഞാനിങ്ങനെ ഒത്തിരി ദൂരെ എവിടെയോ നടന്നു. ഇവിടെ എന്ന് വെച്ചാൽ അറിയാവുന്ന സ്ഥലമാണ്, ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഒരു ദിവസം അവിടെ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒറ്റപ്പെട്ടൊരു സ്ഥലമായിരുന്നു. കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ മുമ്പോട്ട് നടന്ന് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ നല്ല മുൻപരിചയമുള്ളൊരു സ്ഥലം. പിന്നെ എനിക്ക് മനസ്സിലായത് ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥനയിൽ ഈ സ്ഥലം കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതേ സ്ഥലത്ത് 3 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, എത്തിപ്പെട്ടു. അപ്പം നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തും നമ്മൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ എന്താ അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആത്മമണ്ഡലം. ഈ ആത്മമണ്ഡലം എന്നുള്ളതിനൊരു നല്ല വാക്ക് പറയാവോ? ഒരു നല്ല മലയാളം ഒന്ന് പറഞ്ഞ് ആത്മമണ്ഡലം എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഒരു നല്ലൊരു ലോക്കൽ മലയാളം എന്ന് പറഞ്ഞു. ആത്മീയ അന്തരീക്ഷം. അന്തരീക്ഷം, ആത്മീക അന്തരീക്ഷം. ആത്മീയ തലം. ആത്മീയ തലമെന്നും ആത്മീയ അന്തരീക്ഷം എന്നൊക്കെ വേണേൽ പറയല്ലേ. അപ്പം ഒരു സ്പിരിച്വൽ റാലോ എന്നൊക്കെ വേണേൽ പറയാം. അത് നിങ്ങൾ തുറക്കുവാണ്. വചനം പറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എപ്പോഴും തുറന്ന് കിടക്കുവാണെങ്കിൽ പോലും വചനം പറയുന്ന സമയത്ത് ഇത് കൂടുതൽ ആഴമായി തുറക്കും. നിങ്ങളുടെ മുമ്പിൽ അത് ഭയങ്കര ഒരു TV-യിൽ LCD തുറക്കുന്നത് പോലെ, LCD TV-യിൽ അല്ലെങ്കിൽ TV തുറക്കുന്നത് പോലെ ഇതെല്ലാം തുറന്നു വരും. ഇതിൻ്റെ അകത്തു നിന്നും ദൈവം എന്നോട് സംസാരിക്കുന്നത് എന്താണെന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ, നിങ്ങളുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ചിത്രങ്ങൾ, ഈ വരുന്ന മനസ്സിലോട്ട് വരുന്ന സകല കാര്യങ്ങളെയും നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഒരേ കാര്യം വരുക. ബ്രദറെ, ഞാൻ ഈ പ്രാർത്ഥിക്കും ആവശ്യമില്ലാത്ത കുറെ തെറ്റായ ചിന്തകളും രൂപങ്ങളും നമ്മൾ ഈയെന്ന് പോലും പറയുന്ന രീതിയിൽ അറപ്പുളവാക്കുന്ന ചില കാഴ്ചകളൊക്കെ പ്രാർത്ഥനയിൽ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടോ? പ്രാർത്ഥിക്കുന്ന സമയത്ത് അനാവശ്യമായിട്ട് ഇത് വരും. ഉണ്ട്. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമോ ആ ഭാഗത്തോ എവിടെയോ ഇങ്ങനെയുള്ള ദുരാത്മാക്കളുടെ ചില പ്രവൃത്തികൾ ഉണ്ട്. അത് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ, നിങ്ങളുടെ ആത്മീക അന്തരീക്ഷത്തിൽ അത് വെളിപ്പെട്ടതാ. ഉടനെ നമ്മൾ എന്തെന്നറിയാവോ, എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങ് എണീറ്റ് പോകും. പോകരുത്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, തലമുറകളെ വഴുത. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കോ അതിൻ്റെ ഈ സംഭവമുണ്ട്. നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ അയൽവക്കത്തിൽ താമസിക്കുന്ന ആർക്കോ ഇതിൻ്റെ ഉപദ്രവമോ ഇതിൻ്റെ പിടിയിലുള്ള ആരോ ഉണ്ട്. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? അയ്യേന്ന് പറഞ്ഞ് എണീറ്റ് പോകാതെ യേശുവിൻ്റെ നാമത്തിൽ സകല പിശാചുക്കളുടെ പ്രവൃത്തികളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ വെട്ടിമാറ്റുന്നു എന്ന് പറയുമ്പോൾ കണ്ടോണം, അത് വിട്ടുപോകും. പിന്നെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പിന്നെ എവിടെയൊക്കെയോ അതിൻ്റെ സ്വാധീനമുണ്ട്. നിങ്ങൾ അതിനെ വെട്ടിക്കയറണം. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അനാവശ്യമായി നിങ്ങളെ ഭാരപ്പെടുത്തുന്നൊരു വിഷയം വരിക. പെട്ടെന്നൊരു ഭാരം, ഭയങ്കര ഒരു ഭാരം പ്രാർത്ഥിക്കും. ബ്രദറെ, എനിക്കറിയത്തില്ല, വചനം ഞാൻ പറയാൻ തുടങ്ങിയപ്പം ഇത് പറയുമ്പോഴാണ് ആൾക്കാർ പറഞ്ഞത് ഇത്രയും നാളും പ്രശ്നമൊന്നുമില്ലായിരുന്നു, ഇപ്പം ഭയങ്കര പ്രശ്നമാണ്. സഹോദരി, ആ പ്രശ്നം പൊങ്ങി വരുമ്പോൾ തന്നെ വെട്ടിക്കളയണം. എങ്ങനെയാണ് വെട്ടുന്നത്? വചനം എന്ന വാളുകൊണ്ട്.
നിങ്ങളിപ്പോൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുക, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മനസ്സിൽ ഭയങ്കര ഒരു സങ്കടം. എന്താ സങ്കടം വന്നെന്നറിയാവോ? ആ സങ്കടം വന്നു കഴിയുമ്പോൾ മനസ്സ് കലങ്ങുക. നോക്കി, ഞാൻ ആവർത്തന പുസ്തകത്തിൽ ആ വാക്യത്തിലേക്ക് ഒന്ന് വേഗം വരാവേ, ഈ വാക്ക് മറന്നു പോകല്ലേ. നിങ്ങൾ തൊട്ടുമുടുത്ത വാക്യത്തിൽ നമ്മൾ പറഞ്ഞില്ല, അവരുടെ ഹൃദയം ഉരുകിപ്പോയിരിക്കുന്നു. തൊട്ട് അടുത്തൊരു വാക്യത്തിൽ പറഞ്ഞ അവരെല്ലാവരും നിലവിളിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. അവരെല്ലാവരും നിലവിളിച്ചു കരഞ്ഞു പറഞ്ഞു എന്നൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്. നോക്കിയേ, അപ്പൊ ഇത് നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ തന്നെ ഓർത്തണം, ഇത് അവന്റെ തന്ത്രവാ, എന്നെ കരയിപ്പിച്ച് സങ്കടപ്പെടുത്തി ഇവിടുന്ന് എന്നെ എണീപ്പിച്ച് വിടുക എന്നുള്ള തന്ത്രവാന്ന് മനസ്സിലാക്കണം. അപ്പൊ എന്താ അവിടുന്ന് എണീപ്പിച്ച് പോയാലും കൊണ്ടെന്നറിയാവോ? അടുത്തൊരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വെളിപ്പെടത്തില്ല. നിങ്ങൾ അവിടെ നിന്ന് കരഞ്ഞു പോയി എണീറ്റ് പോകരുത്. അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് കളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുണ്ട് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മനസ്സിൻ്റെ അകത്ത് വരുന്ന എല്ലാവിധമാകുന്ന ഭാരത്തെയും സങ്കടത്തെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് വെട്ടിമാറ്റുന്നു. എന്നിട്ട് നിങ്ങൾ പിന്നെയും വചനം പറയണം. പിന്നെയും വചനം പറയുമ്പോൾ ബ്രദറെ, ഞാനിങ്ങനെ അനാവശ്യമായ ചില കാഴ്ചകൾ കാണുക. അതിൻ്റെ അർത്ഥം അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നത് വെളിപ്പെട്ട് വരിക. നിങ്ങൾ ഉടനെ എന്ത് ചെയ്യണം? ഞാൻ യേശുവിൻ്റെ നാഥനെ വെട്ടിമാറ്റുന്നു. ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇതിനൊരു തുടക്കത്തിലെ സ്റ്റെപ്പാണ് ഞാൻ ഈ പറയുന്നത്. ഈ നമ്മൾ ഇതൊക്കെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ പറയില്ല, പലതും സെൻസ് ചെയ്യും. ഇനി വചനം എന്ന വാളുകൊണ്ട് വെട്ടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്, നിങ്ങളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അസ്വാഭാവികമായ ചില വ്യക്തികളുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലപ്പം നിങ്ങൾ ആ സമയത്ത് ആ വ്യക്തിയെ ഓർക്കണമെന്ന് പോലും ഓർത്തതല്ല, ചിലപ്പോൾ ആ വ്യക്തിയുടെ മുഖം ഇങ്ങനെ മനസ്സിലേക്ക് വരുന്ന ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? വരും ബ്രദർ. ഉണ്ട്. ഉറക്കത്തിലും അങ്ങനെയുള്ള വ്യക്തികളുടെ മുഖം അങ്ങനെയൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചു, ഒരേ വ്യക്തിയോ ഒരേ കാര്യങ്ങളോ ഒരേ സ്ഥലങ്ങളോ ഒത്തിരി അമിതമായി വരുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. പലതും കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക, അതിനെ തിരസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, അതിന്റെ മറുപടികൾ കാണാൻ പറ്റത്തില്ല, മറുപടി കാണാൻ കഴിയത്തില്ല. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വചനം ദുഷ്ടന്റെ തീയമ്പുകൾ, തന്ത്രങ്ങൾ, വിശ്വാസം എന്ന പരിചയം ഉയർത്തിപ്പിടിക്കണം. കർത്താവിന്റെ നാമത്തിൽ ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ഞാൻ അത്ഭുതം കാണുമെന്ന് പറയാം. പെട്ടെന്ന് തന്നെ സങ്കടം, മനസ്സിനെ ഉരുക്കുന്ന ഒരു ചിന്ത പെട്ടെന്ന് വരിക. ഒരു നിരാശ പെട്ടെന്ന് കയറി, ഒരു സങ്കടം വന്നു. ഇത് തന്ത്രവാ. ഈ സങ്കടം വരുമ്പോൾ നിങ്ങൾ എന്നാ സംഭവിക്കുന്ന അറിയാം? അപ്പൊ പെട്ടെന്ന് നമ്മൾ സങ്കടപ്പെട്ടു, എന്റെ കർത്താവ്, ഇനി എന്ന് നേരെ എണീറ്റ് പോകരുത് കേട്ടോ. ഇനി അഥവാ എണീറ്റ് പോകാൻ തോന്നി നടന്നുകൊണ്ട് 2 പ്രാവശ്യം വചനം പറ. ആ ഒറ്റ റൗണ്ട് അങ്ങ് അടിച്ച് നേരെ പോയിട്ട് അടുക്കള വഴി പുറത്തിറങ്ങിയിട്ട് ആ മിറ്റം വഴിയൊക്കെ ഒന്ന് കറങ്ങി വചനം പറഞ്ഞുകൊണ്ട് നടന്നിട്ട് തിരിച്ച് പിന്നെ ഒന്ന് മടങ്ങി വന്ന് അവിടെ ഇരിക്കും. പെട്ടെന്ന് കട ഓർത്ത് കഴിഞ്ഞാൽ കടഭാരമൊക്കെ അപ്പോഴെ കറക്റ്റ് കണക്കുൾപ്പെടെ പുറത്തു വരും. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ വചനം കൊണ്ട് അതിനെ വെട്ടണം. എന്നിട്ട് അവിടെ എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ? നിങ്ങൾ ആ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് നിങ്ങളുടെ വിഷയത്തിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അത് വെളിപ്പെട്ടു വരും. ഇനി ഒരു കാരണം വരുന്നില്ല ബ്രദറെ, ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല, ഇനി ഞാൻ മനസ്സിലാകുന്നുള്ളത് രണ്ടാമത് ഞാൻ പറയാം, ഒന്നും വെളിപ്പെടുന്നില്ലെങ്കിൽ ധൈര്യമായിട്ട് വചനം പറഞ്ഞു പോക്കൂ. ഇനി എന്തൊക്കെയോ കാഴ്ചകൾ കാണുന്നു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഉടനെ ഞാൻ ബ്രദറിനെ വിളിച്ച് ചോദിക്കാം, ബ്രദറെ, ഞാൻ കടൽ കാണുന്നു, കര കാണുന്നു, പക്ഷിയെ കാണുന്നു, അത് കാണുന്നു, ഇത് കാണുന്നു, ഒന്ന് ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറ എന്ന് പറഞ്ഞ് ബ്രദറിനെ വിളിക്കാൻ നോക്കാതെ, എന്താ കർത്താവ് എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറേ കാഴ്ചകൾ കാണിക്കുക, ഇനി കർത്താവ് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്നോട് പറയണമേ എന്ന് പറഞ്ഞിട്ട് പിന്നെയും വചനം പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, വചനം നിങ്ങളെ ആത്മ അന്തരീക്ഷത്തിൽ നിങ്ങളുടെ അടുത്ത ഒരു ദർശനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ശക്തീകരിക്കുന്ന മെയിൻ ആയുധമാണ് വചനം. ആ വചനം പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. അന്യഭാഷ പ്രാർത്ഥന അതിൻ്റെ അത് വളരെ പ്രയോജനപ്പെട്ടതാണ്. അന്യഭാഷ പ്രാർത്ഥിക്കുന്ന കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇതെല്ലാം ജ്വലിക്കും. അപ്പോൾ ആ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ കണ്ട കാഴ്ചക്കകത്തോട്ട് മറ്റു ചില കാര്യങ്ങളും കൂടെ കണക്ട് ചെയ്ത് കാണിക്കും. കുറച്ചും കൂടെ കാര്യങ്ങൾ എന്തൊക്കെയോ വരുന്നു. പിന്നെയും വചനം പറഞ്ഞ് ചോദിക്കുക. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ അതിനൊരു രൂപം വരും, വളരെ വ്യക്തമായി. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചു, ഇപ്പം ഞാൻ പറയുക ഒരു വെള്ള കളറിൽ 2 പെയിന്റ് കാണിക്കുന്നു, അവിടെ ഒന്നും മനസ്സിലാകത്തില്ല. അപ്പൊ വീണ്ടും അടുത്ത് പറഞ്ഞു, ആ മുറിക്കകത്ത് 63 വയസ്സുള്ളൊരു വ്യക്തി ഇരിക്കുന്നു. 3 പിന്നെയും പറയുന്നു, വിജയൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ വ്യക്തിയുടെ പേര്. കണ്ടോ?
ഉടനെ ആ സഹോദരി പറഞ്ഞു, എൻ്റെ സഹോദരനാണ്, ആ വ്യക്തി പ്രാർത്ഥനയിലേക്ക് വരാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ആ വ്യക്തിയെ കർത്താവ് വിടുന്നു. കണ്ടോ? അപ്പൊ ഇവിടം വരെ തുടങ്ങി നമ്മൾ ഒരു രണ്ട് പെയിന്റ് അടിച്ച 2 കളർ അടിക്കുന്ന ഒരു മുറിയിൽ നിന്നും 63 വയസ്സുള്ള ഒരു വ്യക്തിയിൽ നിന്നും ആ വ്യക്തിയുടെ പേരിലേക്ക് ഒരു യാത്ര ചെയ്തത് കണ്ടോ? ഇത് 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 ഇതിപ്പോ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സ്പിരിച്വൽ അന്തരീക്ഷം സ്വർഗം തുറന്നതുകൊണ്ടും അത് കുറച്ചും കൂടെ എനിക്കിപ്പം നിങ്ങൾ നിൽക്കുന്ന ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നിന്നും കുറച്ചും കൂടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും അല്ലേ? അതിന്റെ കാരണം കുറച്ചും കൂടെ ഒരു സ്റ്റെപ്പ് കൂടുതൽ നിൽക്കുന്നതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾക്കും ഇതേ ആത്മാവ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, കയറി വരാൻ പറ്റും. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ദിവസവും നിങ്ങൾ ഈ ബ്രദർമാരുടെ പുറകെ നടക്കാതെ എന്തുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ അകത്ത് വരുന്നതുകൊണ്ട് ഇതെല്ലാം കാണാൻ പറ്റും? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഞാനൊക്കെ ഞാൻ ചോദിക്കുക ചോദ്യം, എത്ര പേർക്ക് ഇത് ആഗ്രഹമുണ്ട്? ഉറങ്ങരുത്. ഞാൻ ഈ കാര്യം പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാതെ വല്ലതും പോകുന്നുണ്ടോ? മനസ്സിലാകാതെ വല്ലതും പോകുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പം പല തന്ത്രങ്ങൾ മനസ്സിലേക്ക് വരും. ഈ വിഷയത്തെ പറ്റിയുള്ള ഭാരമൊക്കെ വരുമ്പം അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വചനം പറഞ്ഞുകൊണ്ടിരിക്കണം. ആ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം കർത്താവെ ഏതെങ്കിലും ഇതിന്റെ പിന്നിലുണ്ടെങ്കിൽ, കർത്താവെ പിന്നിലുണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കരുത്, തടസ്സമാണെന്ന് പറഞ്ഞുകൊണ്ട് വചനം പറയാൻ നിൽക്കരുത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ ഇങ്ങനെ കാണുമ്പം ആ കാഴ്ചകളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഒരു പുലബന്ധമില്ലാത്ത കാഴ്ച കണ്ടെന്നിരിക്കും, ബസ് ഓടുന്ന, കാർ ഓടുന്നത്, ഇതൊക്കെ പോട്ടെ. ഇതിൻ്റെ അകത്തും ഒരേ കാഴ്ച പിന്നെ റിപ്പീറ്റ് വന്നുകൊണ്ടിരിക്കുക, വചനം പറഞ്ഞുകൊണ്ടിരിക്കും. ബ്രദറെ എനിക്കറിയത്തില്ല, ആ വചനം പറയുമ്പോഴെല്ലാം ഈ ഒരു സംഭവം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. കാണാൻ വേണ്ടി നോക്കരുത്, വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ എന്നോട് കൂടുതൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് ഇടപെടണം. അപ്പൊ പിന്നെ ആ ചിത്രത്തിന്റെ അകത്തുനിന്ന് മറ്റൊന്നിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുക. കർത്താവ് പിന്നെയും വെളിപ്പെടുത്തി വരുമ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ ഈ ഒരു പോർട്ടലിലൂടെ നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ കഴിയും. വചനം കയ്യിൽ നിന്ന് വിടരുത്. ആ വചനം പറഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നോണം. ആ വചനം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ ബുദ്ധിയോടെ പ്രവർത്തിക്കാൻ തുടങ്ങും. വചനം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. എന്നിട്ട് കണ്ണടച്ചുകൊണ്ട് ഇത് കാണണം. പിന്നെയും വചനം പറഞ്ഞുകൊണ്ടിരിക്കണം. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് ആ വചനം നിങ്ങളെ സഹായിക്കും. ദൈവം കാണിക്കുന്നതിലേക്ക് നിങ്ങൾ പോവുക. അപ്പം നിങ്ങൾക്ക് നേരെ ചെന്നെത്തിപ്പെടുന്ന എവിടെയാണെന്നറിയാവോ? എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് വെളിപ്പെട്ട് വരും. അവിടെ കർത്താവ് വെട്ടത്തില്ല, പകരം നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ യേശുവിന്റെ നാമത്തിൽ ആ തടസ്സത്തെ ഇപ്പോൾ വെട്ടി മാറ്റുന്നു എന്ന് പറയണം. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ. ഇങ്ങനെ ചെയ്തു നോക്കാനല്ല, ഇതാണ് ആത്മാവിൽ പോരാടുക എന്ന് പറയുന്നത്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർക്കുക എന്ന് പറയുന്നത്. ഇതാണ് സ്പിരിച്വൽ വാർഫെയർ, ആത്മയുദ്ധം എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് ഇത്രയും പറഞ്ഞല്ലോ, ബാക്കി വരും ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് കേൾക്കാം. ഇപ്പം ഇത് ഒരു സ്റ്റെപ്പ് മാത്രമാണ്. ഇന്ന് മുതൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വചനം പറയുമ്പോൾ അതുകൊണ്ടാണ് ഈ ഉറക്കമൊക്കെ വരുന്നത്. ഉറക്കമൊക്കെ വരുമ്പോൾ നടന്നുകൊണ്ട് വചനം പറയണം. ഇന്ന് നടന്നുകൊണ്ട് വചനം പറഞ്ഞ് മടുത്തെങ്കിൽ ചാരുകസേരയിലേക്ക് ഇരിക്കാൻ ശ്രമിക്കാതെ നമുക്ക് ഇച്ചിരി ഒരു കംഫർട്ട് സോൺ നമുക്ക് വേണ്ട. അതുകൊണ്ടൊക്കെയാണ് പണ്ടത്തെ ആൾക്കാർ ഈ മുട്ടയിരുന്ന് പ്രാർത്ഥിക്കുന്നത്. മുട്ടയിരുന്ന് പ്രാർത്ഥിച്ചതിന് പ്രത്യേക അനുഗ്രഹം കിട്ടാനൊന്നും പോകുന്നില്ല കേട്ടോ. നാളെ നിങ്ങൾ പറയരുത് ബ്രദർ എനിക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു, ബ്രദർ പറഞ്ഞോണ്ട് മുട്ടയിരുന്ന് ഇപ്പൊ പ്രാർത്ഥിക്കാം. അങ്ങനെയല്ല, മുട്ടയിരുന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടത്തില്ല, ഒരു ഗുണവുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ മുട്ടലിരുന്നുള്ള ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ നല്ല കസേരയിലൊക്കെ ഇരുന്ന് നല്ല സന്തോഷത്തിലിരുന്ന് നമ്മൾ ഉറങ്ങിപ്പോവും. ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാർ. ഇപ്പൊ മുട്ടയിരുന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യും, ഉറക്കവും പോകും, പിന്നെ കാല് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ നമ്മളിരുന്ന് കൂടുതൽ എന്ത് ചെയ്യും, പ്രാർത്ഥിക്കാൻ ശ്രമിക്കും. ഉറക്കവും ക്ഷീണമൊക്കെ ആ സമയത്തൊന്ന് മാറും. ഇരുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എവിടെയെങ്കിലും തുടക്കത്തിൽ ഇതൊക്കെ ബുദ്ധിമുട്ടുള്ളൂ, കുറച്ച് നിങ്ങൾക്ക് പിന്നെ അത് ഇൻട്രസ്റ്റ് ആയി മാറി. ഇപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഈ വചനം കേൾക്കുന്നതുകൊണ്ട് ഇൻട്രസ്റ്റ് വരത്തില്ലേ? ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയാ. ഇനി ഇത് കുറച്ചും കൂടെ ഒന്ന് ക്ലാരിറ്റിയോടെ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ സ്വന്തം കാര്യം പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ നല്ലത് ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ അടുക്ക ചെല്ലുമ്പോഴേക്കും എന്തെങ്കിലും കാഴ്ചകളോ പേരുകളോ നമ്പറുകളോ ഡേറ്റുകളോ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലോട്ട് വരുക, അവരോട് ചോദിക്കുക, എനിക്കറിയത്തില്ല ഇതുമായിട്ട് എന്തെങ്കിലും നിനക്ക് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുക.
അങ്ങനെ ചോദിക്കുമ്പം ചിലപ്പോഴൊക്കെ അവർ പറയും, ചിലപ്പോൾ ഒരു ഓർമ്മ മറന്നു പോകുന്നവരുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും മറ്റൊരു വ്യക്തിയിൽ എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ പ്രാർത്ഥനയോടെ, നിങ്ങളുടെ സ്പിരിച്വൽ തലങ്ങൾ ഓൾറെഡി തുറന്നു കിടക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത് വെളിപ്പെട്ടു തരും നിങ്ങൾക്ക്. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ്. ഒരു ദിവസം കൊണ്ട് ഇത് സംഭവിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചേക്കാം. ഇപ്പം മുതൽ അത് ആക്റ്റീവാണ്. നിങ്ങൾ അത് എത്രത്തോളം അതിനോട് പ്രതികരിക്കുന്നോ അത് വചനം മുറുകെ പിടിച്ചോണം. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ വചനം പറയുമ്പോൾ വചനത്തിൻ്റെ അകത്ത് സൊല്യൂഷനുകളെ കർത്താവ് തുറക്കും. ചിലപ്പോൾ നിങ്ങളുടെ സ്വപ്നത്തിലൂടെ അത് സംസാരിച്ചെന്നിരിക്കും. വചനം പറയുമ്പോൾ ശ്രദ്ധിച്ചോണം. എപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്നാലും എപ്പോൾ ബൈബിള് വായിക്കാനിരുന്നാലും ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചിട്ട്, കർത്താവേ അങ്ങ് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്നോട് പറയണം. അപ്പം നമ്മളൊന്നും കേൾക്കുന്നില്ല, ചിലപ്പോൾ കേൾക്കത്തില്ല, കാണത്തേ ഉള്ളൂ. എന്തെങ്കിലും ചിത്രങ്ങളോ വാക്കുകളോ ഏതെങ്കിലും ഒക്കെ സ്ഥലങ്ങളോ ഒക്കെ കർത്താവ് കാണിക്കും. അപ്പൊ എനിക്കിത് മനസ്സിലാകുന്നില്ല കർത്താവ്. ചിലപ്പോൾ ഒരു വചനം വന്നു, നേരെ ഓടിപ്പോയി സങ്കീർത്തനത്തിലെ കടുകട്ടിയ ഒരു വാക്യമാണ് കിട്ടിയത്, വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല, അടച്ചു വെക്കുക, പിന്നെയും പറ കർത്താവ് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ വീണ്ടും കർത്താവ് ഒരു വചനം കാണിക്കും, അതും വായിച്ച് എനിക്ക് അർത്ഥം മനസ്സിലാകുന്നില്ല. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വരെ ചോദിച്ചുകൊണ്ടിരിക്കണം, കർത്താവ് തുറന്നു തരും. ആമേൻ. അപ്പം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പം നാളെ വീണ്ടും ദൈവം അനുവദിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ കേൾക്കാം, കൂടുതൽ മനസ്സിലാക്കാം. ഇന്ന് എൻ്റെ കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മമണ്ഡലങ്ങൾ തുറക്കട്ടെ. വരും ദിവസങ്ങളിൽ നിങ്ങളും ഇതേപോലെ പ്രവചിക്കാൻ വേണ്ടി പോവുക. ഇനി വരുന്ന നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളിലും നിങ്ങളെ കൊണ്ട് പ്രവചന ശുശ്രൂഷകളെ ചെയ്യിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കൃപാവര ശുശ്രൂഷകളെ ചെയ്യിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ആഗ്രഹമല്ല, ആദിമ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാർ എന്തൊക്കെ സഭകളിൽ പരിശുദ്ധാത്മാവിനാൽ ചെയ്യപ്പെട്ടോ ഇനി എല്ലാം നമ്മുടെ പ്രാർത്ഥനകളിലും അങ്ങനെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വലിയ പ്രാർത്ഥനയോടെ തന്നെ വരണം. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെ നിങ്ങളിൽ വെളിപ്പെട്ട് വരാൻ വേണ്ടി പോവാം. ആഗ്രഹമുള്ളവരെല്ലാവരും ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തതൊക്കെ. ആമേൻ ആമേൻ ആമേൻ. എത്ര നാൾ നിങ്ങളിങ്ങനെ കറങ്ങി നടക്കും? എത്ര നാള് നിങ്ങളിങ്ങനെ വല്ലവരുടെയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കും? നിങ്ങൾ ശക്തമായി പുറത്തു വരണം. കർത്താവിൻ്റെ നാമത്തിൽ ദൈവം നിങ്ങളെ സഹായിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് കർത്താവിൻ്റെ ആലോചനയിലേക്ക് പ്രവേശിക്കാം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ബ്രദറിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ, ചാടിപ്പോകരുത്. ഈ സമയത്ത് ഓടാൻ നിൽക്കാതെ ഒന്ന് കേട്ടെ, എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുന്നത് എപ്പോഴും ശ്രദ്ധിച്ചോണം. ഇത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി തീരും. പരിശുദ്ധാത്മാവ് നിങ്ങളെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഇടയായിത്തീരും. ഇതിന് ശേഷം ബ്രദറെ എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെന്ന് ഞാൻ ഇപ്പോൾ പലരും എന്നോട് സങ്കടം പറയും, ബ്രദറെ എൻ്റെ പ്രാർത്ഥനാ വിഷയം ഒന്ന് ബ്രദർ പ്രാർത്ഥിക്കുന്നില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നമ്മൾ ഈ 600 പേര് സൂമിലുണ്ട് ഇപ്പം, അല്ലേ? 607 608 610 പേരുണ്ടായിരുന്നു. ഇപ്പം 607 പേരുണ്ട്. ഈ 607 പേരും കൂടെ ഒരുമിച്ചാണ് നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇതിന് ശേഷം ബ്രദറെ എനിക്കൊരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ പറയും, അപ്പോൾ അയാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പം അടുത്തയാൾ പറയും. അങ്ങനെ 600 പേര് പ്രാർത്ഥനാ വിഷയം പറഞ്ഞാൽ എത്ര സമയമെടുക്കും? ഒന്ന് കണക്കൂട്ടി, എത്ര നേരം നമുക്കെടുക്കും? ഓരോരുത്തർ പ്രാർത്ഥനാ വിഷയം പറഞ്ഞാൽ എത്ര നേരം എടുക്കും? എത്ര നേരം എടുക്കുമായിരിക്കും ഏകദേശം? ഒരുപാട് സമയം എടുക്കും, ഒരുപാട് സമയം പോകും. ഒരുപാട് സമയം എടുക്കും. അപ്പം ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മറ്റേ ആൾക്കൊന്നും ബ്രദറെ അതെന്നാ ബ്രദർ ആ വ്യക്തിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചിനി, അതുകൊണ്ട് ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അടുത്ത ആൾക്കൊരു ചിന്ത, അതെന്നാ ബ്രദറെ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തിനറിയാം. ഇതൊക്കെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിൽ അതിനെ കൈകാര്യം ചെയ്യുന്നത്. ഇതിന് ശേഷം എത്ര വലിയ വിഷയമാണെങ്കിലും ഇന്ന് അത്ഭുതമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് ഇന്ന് ആ കൃപ നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ കാഴ്ചകൾ കാണും. ഞാൻ ഇതിന് ശേഷം നമ്മൾ നിങ്ങളുടെ വരും ദിവസങ്ങളിൽ നമ്മൾ കൃപാവരങ്ങളുടെ ഒരു ശുശ്രൂഷ സെപ്പറേറ്റ് ഒരു മീറ്റിംഗ് സൂമിൽ വെക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കുകയും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവ് വെളിപ്പെടുന്ന കാര്യങ്ങളെ ഷെയർ ചെയ്ത് ചോദിക്കുന്ന ഒരു ദിവസം ക്രമീകരിക്കാൻ വേണ്ടി പോവാണ്. അതിന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതേ സൂം മീറ്റിംഗ് തന്നെയാണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത്. അതിൽ പങ്കുചേരാം. നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക, കൃപാവര ശുശ്രൂഷകളിലേക്ക് ജ്വലിപ്പിക്കുവാനുള്ള അവസരത്തിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. കർത്താവ് ചിലത് വെളിപ്പെടുത്തും, ദൈവം നിങ്ങൾക്കത് കാണിക്കും.
നമുക്ക് ഒരുമിച്ച് ഈ സമയം പ്രാർത്ഥിക്കാം. രോഗികൾ ഏറ്റെടുത്ത് ഇത് എൻ്റെ അത്ഭുതത്തിന്റെ സമയമാണ്, കൃപാവരം ഒന്ന് ഉപയോഗിച്ച് അടുത്ത വീട്ടിൽ രോഗി ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിസിറ്റ് ചെയ്യണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, രോഗം സൗഖ്യമാകുന്നത് വരെ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾക്ക് സ്വന്തമായിട്ട് രോഗമുണ്ടെങ്കിൽ കൈവച്ച് പറഞ്ഞുകൊണ്ടിരുന്നോണം, സൗഖ്യം നടക്കുന്നത് വരെ പറഞ്ഞുകൊണ്ടിരിക്കണം. കുടുംബത്തിൽ ആർക്കെങ്കിലും രോഗം വന്നാൽ കൈവച്ച് പ്രാർത്ഥിച്ചോണം, സൗഖ്യം കാണുന്നത് വരെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളിലത് ജ്വലിക്കും, നിങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കും, കർത്താവ് നിങ്ങൾക്ക് പ്രതിഫലം തരും, ദൈവം നിങ്ങളെ ഉയർത്തും. ഞാനിത് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് തുടക്കത്തിലെ കർത്താവ് പറഞ്ഞാണ്, ഒരു കെസിയ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഒരു നിർബന്ധം തരികയാണ്. കെസിയ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി 1993 എന്നൊരു ഡേറ്റ് ഓഫ് ബർത്തും കൂടെ അത് കാണിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് അവൾക്ക് വേണ്ടി ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു. ആ മോളുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്തോണം. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇന്ന് ആ വ്യക്തിയുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് തൊടാൻ വേണ്ടി പോകുന്നു. 1993 ജനിച്ചിരിക്കുന്നത്. കെസിയ എന്നാണ് പേര്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് ആ കുടുംബത്തിന് പറഞ്ഞോ. കെസിയ എൻ്റെ സിസ്റ്ററാണ്. അത് ഏറ്റെടുത്ത് ഈ പറഞ്ഞ പോലെയുള്ളതാണ് ബ്രദറെ. അതെ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് അത്ഭുതകരമായ പ്രവൃത്തികൾ ആ കുടുംബത്തിന്റെ മേൽ സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ ഉണ്ടാകട്ടെ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ എൻ്റെ ഉള്ളിൽ കർത്താവ് ഇന്നൊരു ഒരു ബെനഡിക്കിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എൻ്റെ ഉള്ളിൽ പറയുന്നുണ്ടായിരുന്നു. ഒരു ബെനഡിക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് പറയാം. ബെനഡിക്കിൻ്റെ കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നു എന്ന് പറയുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ആ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കുന്നു. കർത്താവിനോട് പറയുന്നു, 5 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. നമ്മൾ ഇന്ന് ഈ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സൂമ് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പം 1000കണക്കിന് ആളുകൾ യൂട്യൂബിലും കേൾക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്കിലും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുടുംബം പോലെ നമ്മളിങ്ങനെ എല്ലാ ദിവസവും അവരും യൂട്യൂബിൽ കാണുന്നവർ പലപ്പോഴും പറയും, ബ്രദറെ ഞങ്ങൾക്ക് സൂമിൽ കയറാൻ സാഹചര്യമില്ലാത്തതുകൊണ്ടാണ്, പല കാരണങ്ങൾ കാണാൻ അവർ പറഞ്ഞു. ഞാൻ പിന്നെ നിർബന്ധിക്കാൻ പോയില്ല. കുടുംബ വിഷയങ്ങളുള്ളവരുണ്ട്, സ്വാതന്ത്ര്യമില്ലാത്തതുണ്ട്. പക്ഷെ അവരും എന്ത് ചെയ്യുന്നു, നമ്മുടെ കൂടെ തന്നെ പോകുന്നു. ഞാൻ എല്ലാവരെയും നോക്കിയാണ് പറഞ്ഞു. എന്റെ പേരാണ് ബെനഡിക്ട്. ബ്രദറിന്റെ പേരാണോ? ഇന്ന് കർത്താവ് തൊടുക കേട്ടോ. ഇന്ന് ആ ഫാമിലി കർത്താവ് പറഞ്ഞില്ലേ, ഈ 5 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നം കർത്താവ് ഇന്ന് പരിഹരിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവെ ആ വിഷയത്തിന്റെ മേൽ ജയത്തെ കൽപ്പിക്കുന്നപ്പ നന്ദി കർത്താവി, നന്ദി കർത്താവി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവി. ഞാൻ ഒരു വ്യക്തിയെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കാണുന്ന ഒരു കാഴ്ച, ഈ ഒരു ബ്ലൂ കളറിലെ ഒരു ബസ്സിൽ, ആ ബസ്സിൽ ഒരു പി എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഒരു പേരുള്ള ഒരു ബസ്സിൽ, ഒരു ബ്ലൂ കളറാണ് ആ ബസ്സിനുള്ളത്. ആ ബസ്സിൽ സ്ഥിരമായി യാത്ര ചെയ്യുകയും പി എന്ന് പറയുന്ന അക്ഷരത്തിലാണ് ആ ബസ് ഞാൻ കാണുന്നത്, അതിൻ്റെ ആദ്യ അക്ഷരം കാണുന്നത്. ആ ഒരു ബ്ലൂ കളറിലെ ബസ്സിൽ ദിവസവും യാത്ര ചെയ്ത് ആ ബസ് ഇറങ്ങിയതിന് ശേഷം കുറച്ച് മുമ്പോട്ട് ഈ വ്യക്തി നടക്കുന്നത്. മുമ്പോട്ട് നടന്നതിന് ശേഷം ലെഫ്റ്റിലോട്ട് കടന്നിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ആ വ്യക്തിയെ കർത്താവ് എന്നെ എടുത്ത് കാണിച്ചിട്ട് പറയുകയാണ്, എന്നെ ഒരു വാക്ക് കർത്താവ് പറയുന്നു, ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെ പോലും കർത്താവ് ജീവിതത്തിൽ തിരിക്കാൻ വേണ്ടി പോവാണ്. ഈ പറയുന്ന വ്യക്തി മുഖാന്തിരം തന്നെ ദൈവം കുടുംബത്തിൻ്റെ അകത്ത്, അതായത് സ്ഥിരമായിട്ട് ഈ ബസ്സിൽ തന്നെയാണ് പോകുന്നത്, ഈ പറയുന്ന കളറുള്ള ബസ്സിൽ തന്നെയാണ് പോകുന്നത്, വരുന്നതും നീ പോകുന്നതും എല്ലാം കർത്താവ് എന്നെ കാണിക്കുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് പറയുകയാണ്, കുടുംബത്തിൻ്റെ അകത്ത് ദൈവം ഒരു സാക്ഷിയായിട്ട് നിർത്താൻ വേണ്ടി പോവാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ കാണുന്നൊരു കാഴ്ച, ആ കുടുംബത്തിൻ്റെ അവസ്ഥയ്ക്കകത്ത് പോലും വ്യത്യാസം വരുത്തുവാൻ, പെട്ടെന്ന് ചില കാര്യങ്ങൾ നടത്തുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ വ്യക്തിയെ ബ്ലസ് ചെയ്യുന്നപ്പ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഞാൻ ആ ഭവനത്തിലേക്ക് കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ആ ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് സൈമൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കർത്താവ് എന്നെ ഭവനത്തിൽ കാണിക്കുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ കുടുംബത്തിൻ്റെ മേൽ
കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ അവിടെ കർത്താവ് ചെയ്യുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ അന്തരീക്ഷം കുടുംബത്തിലെ മാറുന്നതിന് നന്ദി പറയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ അങ്ങ് സൂക്ഷിക്കുന്നല്ലോ അപ്പ, ദൈവം സഹായിക്കുന്നല്ലോ അപ്പ, അത്ഭുത സാക്ഷ്യമായിട്ട് കർത്താവ് എന്നെ തീർക്കുന്നല്ലോ അപ്പ. അതുപോലെ തന്നെ ഞാൻ ഇന്ന് കാണിക്കുന്നത് അരവിന്ദൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കാൻ കർത്താവിനോട് പറയുകയാണ്. അരവിന്ദൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയും കൂടെ ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ ആ വ്യക്തിയെ കർത്താവ് തൊടുകയും ആ കുടുംബത്തിന്റെ അകത്ത് ദൈവം പറയുന്നു സന്തോഷത്തിന്റെ വാർത്ത കേൾപ്പിക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ പറയാൻ വേണ്ടിയാണ്. പിതാദേ ബ്രദറെ, എന്റെ ആളെയാണ്, ഞാൻ ആളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബ്രദറെ. സിസ്റ്ററുടെ ആങ്ങളെയാണത്. അതെ, ഇന്ന് കർത്താവ് തൊടുക കേട്ടോ. വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റാൻ വേണ്ടി പോവാണ്. യേശുവെ നന്ദി കർത്താവെ. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു മറ്റൊരു ഭവനത്തെയും കൂടെ കർത്താവ് എന്നെ കാണിക്കുക. വീടിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ ആ വീടിൻ്റെ ഭിത്തിയിൽ ഇപ്പോഴും ഓണാഘോഷത്തിൻ്റെ സ്റ്റിക്കർ ഇപ്പോഴും പൊളിച്ചു മാറ്റാത്ത ഒരു വീടിൻ്റെ ഭിത്തി അവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കുക. ആ ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ എന്തോ ഒരു സ്റ്റിക്കർ ആ വീടിൻ്റെ അകത്ത് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കുക. അങ്ങനെ ഒരു ഭവനത്തെ കർത്താവിനെ കാണിക്കുന്നു. ഒരു പെൺകുട്ടി ആ ഭവനത്തിൽ നിൽക്കുന്നതായിട്ട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ കുടുംബത്തെ നോക്കിയിട്ട് കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയാൻ വേണ്ടി പറയുന്നു. ദൈവം ആ ഭവനത്തിൻ്റെ അകത്ത് സന്തോഷത്തിൻ്റെ ദിവസങ്ങളെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. പലപ്പോഴും ആ ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ പ്രാർത്ഥനയ്ക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഒരു പരിധിക്കപ്പുറം മുന്നോട്ട് പോകാൻ കഴിയാതെ ഓരോ പ്രശ്നങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കും. ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വിഴുങ്ങുന്നൊരവസ്ഥയാണ്. എന്നാൽ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നത് പറയുന്നു. യേശുവിന് അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവെ ഇന്ന് ആ കുടുംബത്തെ കർത്താവ് തൊടുന്നല്ലോ. സിസ്റ്ററുടെ വീടാണത്. എന്റെ വീട്, എന്റെ വീട്ടിലെ മോളാണ് അങ്ങനെ ആശ്രയിക്കുന്നത്. ഇപ്പൊ അത് ഒട്ടിച്ചു വെച്ചേക്കുന്നതോ? ആ ഉണ്ട് ബ്രദറെ, ഒരിളക്കാനിട്ടില്ല, മോൻ ഒട്ടിച്ചു വെച്ചത് അവിടെ ഭിത്തിയില്. ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇന്ന് കർത്താവ് ഇന്ന് മോളെ തൊടാൻ വേണ്ടി പോവാണ്. കർത്താവ് ഇന്ന് ആ കുടുംബത്തെ ദൈവം സ്പർശിക്കാൻ വേണ്ടി പോവാണ്. കർത്താവ് പറയുന്നത് ഭവനം തന്ന് ദൈവം മാനിക്കാൻ വേണ്ടി പോവാണ്. ദൈവം വലിയൊരു സാക്ഷിയാക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ ഇന്ന് നമ്മൾ ഈ പറഞ്ഞ വചനവും നിങ്ങൾ ഈ കർത്താവ് വെളിപ്പെടുന്ന ഈ ഒരു കൃപാവര ശുശ്രൂഷയെ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇതെല്ലാം നിങ്ങളുടെ മേൽ തുറക്കുന്ന തലമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആഗ്രഹമുള്ളവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് ഈ തടസ്സങ്ങളെയൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം തമ്പുരാൻ്റെ തുറക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി കർത്താവേ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പാസ്പോർട്ടിൻ്റെയൊക്കെ നമ്പർ വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത് കഴിഞ്ഞ ദിവസം പലരും പറഞ്ഞു ഡേറ്റുകളുമായിട്ട്, ഞാനത് എപ്പോഴും എടുത്ത് പറഞ്ഞു ഡേറ്റ് അല്ല, പാസ്പോർട്ട് നമ്പറാണ് ഇന്നലെ വെളിപ്പെട്ടത്. ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചു. അപ്പോൾ അത് പാസ്പോർട്ട് നമ്പറാണ്. അപ്പോൾ ചിലർ പറഞ്ഞു ബ്രദറെ ഡേറ്റ് കിട്ടിയ ഡേറ്റ് ഉണ്ട്, 2018 ഇഷ്യൂ ചെയ്ത ഡേറ്റ്. അങ്ങനെയല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് പാസ്പോർട്ട് നമ്പർ തന്നെയാണ്. ആ നമ്പരുമായിട്ട് ബന്ധപ്പെട്ട ആളെയാണ് കർത്താവ് സ്പർശിക്കുന്നത്. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു കാഴ്ച കാണുന്നത് ആ വണ്ടിയുടെ ഒരു നമ്പർ, ഒരു ആക്റ്റീവ പോലത്തെ ഒരു വണ്ടിയാണ്. അതിൽ എക്സ് എന്ന് പറയുന്ന ഒരു അക്ഷരം ഉണ്ടായിരുന്നൊരു വണ്ടിയാണ്. പക്ഷെ ആ വണ്ടി വിറ്റ് കളഞ്ഞു. ആ വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കാണുന്നത് ഏകദേശം ഒരു മധ്യവയസ്കനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ തലയിൽ മുടി കുറവുള്ളൊരു വ്യക്തിയായിരുന്നു ആ വണ്ടി ഓടിച്ചത്. ആ വണ്ടി അത് വിറ്റ് കളഞ്ഞു. വണ്ടി വിറ്റ് കളഞ്ഞു. എന്നാൽ ആ വണ്ടി വിറ്റതിന് ശേഷം അതിന് വിറ്റ ആ ഒരു സമയവും ആ വിൽക്കുന്ന സമയത്തുണ്ടായിരുന്ന ചില വിഷയങ്ങൾ, ചില പ്രശ്നങ്ങൾ, ആ ഒരു സൈൻ പോലെ കാണിക്കുന്നത്. ഞാൻ കാണുന്ന ഒരു കാഴ്ച വലിയൊരു സങ്കടത്തോടെ വീട്ടിലോട്ട് കയറി വരുന്നതും, ആ കയറി വരുമ്പോൾ തന്നെ ഒരു മകൻ ആ വീടിൻ്റെ അകത്തുണ്ട്. ഈ വ്യക്തി അകത്തോട്ട് കയറുമ്പോൾ ഒരു മകനുണ്ട്. ആ അകത്തോട്ട് ആ വ്യക്തി കയറി വന്ന്, ഇപ്പോൾ നടക്കുന്നതല്ല, പഴയ ഒരു കാര്യമാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്. ആ അകത്തോട്ട് കയറി വന്നിട്ട് ആ വ്യക്തി ഇടത്തോട്ടുള്ള ഒരു മുറിയിലേക്ക് പോയിരിക്കുന്ന ഒരു വ്യക്തിയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഇതൊരു അടയാളമായിട്ടാണ്. ആ വ്യക്തിയെ വണ്ടിയോ ഒന്നും വിഷയം ഉണ്ടായിട്ടല്ല കാണിക്കുന്നത്. കർത്താവ് ഒരു അടയാളം പോലെ ഒരു വ്യക്തിയെ കാണിക്കുകയാണ്. ഞാൻ കാണുന്ന ആ വ്യക്തിയുടെ സങ്കടങ്ങളെ ദൈവം തൊടാൻ വേണ്ടി പോകുന്നു. പ്രത്യേകിച്ച് ആ പ്രാർത്ഥിച്ച കുടുംബത്തിൻ്റെ അകത്തൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ കർത്താവ് ഒരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നു.
ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പൊ തന്നെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോ, കർത്താവ് ഒരു വാക്ക് പറയുന്നത്, സങ്കടങ്ങളെ ദൈവം നീക്കി കർത്താവ് സമാധാനത്തിന്റെ അന്തരീക്ഷത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു പറയുന്നു. ഞാൻ യേശുവിന്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പാ. കർത്താവെ, അങ്ങയുടെ വലിയൊരു മഹത്വം ഇന്ന് അവിടെ വെളിപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ കൃപ ഇന്നവിടെ ചൊരിയുന്നല്ലോ, കൃപ ഇന്നവിടെ ചൊരിയുന്നല്ലോ. പ്രാർത്ഥിച്ച് ഞാൻ അവിടെ മേൽ റിലീസ് ചെയ്യുന്നപ്പ. കർത്താവിന്റെ സമാധാനം ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, ആ കാണുന്ന വ്യക്തി യേശുവിന്റെ നാമത്തിൽ ഒന്ന് സ്വീകരിച്ച് ആ ദുഃഖങ്ങളൊക്കെ ഒന്ന് മാറട്ടെ, ആ പ്രതിസന്ധിയൊക്കെ ഇന്ന് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. വലിയ സമാധാനം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഈ പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റി സിസ്റ്റർ, അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യണേ. ഈ സമയത്ത് നിങ്ങൾ യൂട്യൂബിൽ കാണുന്നവരായിരിക്കും, ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും. നിങ്ങൾ ഈ സമയത്ത് കോൾ ചെയ്യരുത്. നമ്മുടെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 9:30 പ്രാർത്ഥന നടക്കുന്ന സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ കോൾ ചെയ്യരുത്. നിങ്ങൾ പിന്നീട് കണ്ടവരായിരിക്കും യൂട്യൂബിൽ. അപ്പോൾ ഓർത്തോളം, ഈ സമയത്ത് എന്ത് ചെയ്യരുത്, വിളിക്കരുത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ചൊന്ന് പിന്നെയും പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ എന്നെ ഈ ഗ്ലോറി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരാ കർത്താവ് എന്നെ കാണിക്കുന്നത്. ഗ്ലോറി ഒരു പേരാ അത്. അങ്ങനെ ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ പേര്, ആ വ്യക്തിയുടെ കുടുംബത്തെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പൊ തന്നെ അത് ഏറ്റെടുത്തോണം. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ദൈവം പ്രാർത്ഥനയിലൂടെ ആ കുടുംബത്തിന്റെ അന്തരീക്ഷത്തെ മാറ്റാൻ വേണ്ടി പോകുന്നത് പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ സാക്ഷ്യം ആ പ്രാർത്ഥനയിൽ തുറന്നു വരട്ടെ. അധികാരത്തോടെ യേശുവിന്റെ നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്നപ്പ ദിവ്യ സമാധാനം ഉണ്ടാകട്ടെ. കർത്താവിന്റെ വലിയ മഹത്വം എന്നവിടെ വെളിപ്പെടുന്നതിന് നന്ദി പറയുന്നപ്പ. സാക്ഷ്യമായി തീരട്ടെ. അതോടൊപ്പം തന്നെ ഞാനൊരു വീട്ടുകാരെ കർത്താവ് എന്നെ കാണിക്കണം. വീടിന്റെ അയൽവക്കത്ത് ഷെരീഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി താമസിക്കുന്ന ഒരു അയൽവക്കത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ അയൽവക്കത്തിന് വേണ്ടി, ആ വ്യക്തിക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ വ്യക്തി നിമിത്തം നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് ഒരു അനുഗ്രഹത്തിന്റെ വാതിലിനെ സ്വർഗത്തിലെ ദൈവം തുറക്കാൻ വേണ്ടി പോകുമെന്ന് പറയുന്നു. ആ ഷെരീഫ് എന്ന് പറയുന്ന അയൽവക്കക്കാരനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ആ വ്യക്തിയുമായിട്ട് ഇപ്പൊ സൂമിലോ ലൈവിലോ എന്നെ കേൾക്കുന്നതുണ്ടെങ്കിൽ ഇന്ന് യേശുവിന്റെ നാമത്തിൽ അത് ഏറ്റെടുത്ത് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് വിരോധമല്ല, അനുകൂലമായി തന്നെ കർത്താവ് സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നത് പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നപ്പ. കർത്താവെ, ബ്രദറെ, എന്റെ വീടിന്റെ ഫ്രണ്ടിലാണ് ഷെരീബ് മുസ്ലിമാണ് താമസിക്കുന്നത്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സിസ്റ്ററെ. കർത്താവ് ആ കുടുംബത്തെ, ആ വ്യക്തിയല്ല, ആ കുടുംബം നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങളെ ചെയ്യുവാൻ കർത്താവ് ഉപയോഗിക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് ആ രോഗബന്ധനങ്ങൾ ശരീരം വിട്ട് സൗഖ്യമാകുന്നു. രോഗശക്തികൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരം വിട്ട് സൗഖ്യം വിട്ടുപോകുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെ കാണിക്കുന്നത്, വീടിന്റെ വലതുവശത്തായിട്ടൊരു പറമ്പുണ്ട്. ആ സ്ഥലത്ത് എപ്പോൾ കയറിയാലും ശരീരം മൊത്തം ചൊറിച്ചിൽ വരും. ആ പറമ്പിൽ എപ്പോൾ കയറിയാലും ദേഹം മൊത്തം ചൊറിച്ചിൽ വരുന്ന ഒരു വ്യക്തിയെ കർത്താവിനെ തൊടുക കേട്ടോ. അന്ന് ഇനി ആ പറമ്പിൽ കാല് കുത്തുമ്പോൾ ആ ബുദ്ധിമുട്ട് വരത്തില്ല. ഇപ്പൊ തന്നെ കൈയെടുത്ത് വെച്ച് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ സൗഖ്യം ആ ശരീരത്തിന്റെ മേൽ നിറയുകയാണ്. ആ ബുദ്ധിമുട്ട് ആ പറമ്പിൽ എപ്പോൾ പ്രവേശിച്ചാലും ഈ അസ്വസ്ഥത ഉണ്ടാകുന്ന, ഈ ചൊറിച്ചിലിന്റെ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ ഇപ്പോൾ തന്നെ ഞങ്ങളതിനെ വെട്ടിമാറ്റുന്നു. കർത്താവിന്റെ കൃപ അവിടെ പെരുകുന്നല്ലോ. സൗഖ്യം ശരീരത്തിന് മേൽ നിറയുന്നല്ലോ. ഇപ്പോൾ തന്നെ യേശു ഈ സമയത്ത് ഇതിനോടൊപ്പം തന്നെ രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ കൈയെടുത്ത് വെച്ച് പറയാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ദർശനങ്ങളുടെ തലങ്ങൾ തുറന്നു വരട്ടെ. ആത്മതലങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യത്തിന്റെ തലങ്ങൾ തുറന്നു വരട്ടെ. വരും ദിവസങ്ങളിൽ നമ്മൾ വെക്കാൻ പോകുന്ന ആ സൂം കൂട്ടായ്മയിൽ പ്രാർത്ഥനയോടെ വരിക. കർത്താവ് നിങ്ങളെ പലതും വെളിപ്പെടുത്തും. അങ്ങനെ വെളിപ്പെട്ടാനുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എറണാകുളത്തോ കോട്ടയത്തോ കൊല്ലത്തോ തിരുവനന്തപുരത്തോ ഒന്നും ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരുന്ന പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. വരുന്നവർക്ക് വേണ്ടി നിങ്ങൾക്ക് അവരെ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ, അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ ഒരുക്കൂ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ ഇന്ന് രോഗത്താൽ ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറ, യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഒന്ന് പറ, ആ രോഗം യേശു ക്രിസ്തു വഹിച്ചിരിക്കുന്നു. എൻ്റെ വേദന യേശു ക്രിസ്തു
മാറ്റിയിരിക്കുന്നു. എൻ്റെ സകല ബുദ്ധിമുട്ടുകളും കർത്താവ് വഹിച്ചത്. എൻ്റെ ക്യാൻസർ, എൻ്റെ ട്യൂമർ, എനിക്ക് എന്താണ് രോഗത്താൽ ഭാരപ്പെടുന്നവർ പറഞ്ഞ്, ക്യാൻസർ ഉള്ളവരൊക്കെ പറഞ്ഞ് എൻ്റെ ക്യാൻസർ യേശു വഹിച്ചതാ. ആ മുഴകളെ കൈവച്ചിട്ട് പറയും, മുഴ ഞാൻ അനുഭവിക്കേണ്ട കാര്യമില്ല, യേശു ക്രിസ്തു അത് അനുഭവിച്ചതാണ്, കർത്താവ് വഹിച്ചതാണ്. എൻ്റെ ബ്ലഡിലെ കൗണ്ടുകൾ, ഷുഗറോ പ്രഷറോ എന്തും ആയിക്കോട്ടെ, യേശു ക്രിസ്തു അത് ചുമന്നത്. കണ്ണാടി വെക്കുന്നവർ കണ്ണാടി ഒന്ന് ഊരി മാറ്റിയിട്ടെന്ന് കൈയെടുത്ത് വെച്ചിട്ട് പറ, ഞാൻ കണ്ണാടിയുടെ സഹായമില്ലാതെ വായിക്കും, കണ്ണാടിയുടെ സഹായമില്ലാതെ കാണും. ചെവി കേൾവി കുറവുള്ളൊരു കൈ അടിച്ചിട്ട് പറ, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ചെവി നന്നായി കേൾക്കും. ആ കാല് വേദന ഉള്ളൊരു കൈ എടുത്ത് വെച്ച്, എൻ്റെ മുടന്തില്ലാതെ വേദനയില്ലാതെ ഞാൻ തുള്ളിച്ചാടും, ഞാൻ ഓടി നടക്കും, കർത്താവിൻ്റെ സാക്ഷിയാകും. എല്ലാ ശരീരഭാഗത്തോട്ടും കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ എൻ്റെ ശരീരത്തിന് മേൽ രോഗങ്ങൾ സൗഖ്യമാകുന്നു. ദൈവരാജ്യത്തിൻ്റെ ശക്തിയാൽ ഇപ്പോൾ സൗഖ്യം നടക്കുന്നു. ഇപ്പോൾ ആ രോഗശക്തികൾ വിട്ടുമാറുന്നു. ആ കൈ എടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ആ വേദന വിട്ടുമാറുക. എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്തു തുടങ്ങി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ വേദന പൂർണ്ണമായും കൽപ്പിക്കുന്നപ്പ, പൂർണ്ണമായും കൽപ്പിക്കുന്നപ്പ. അത്ഭുത സൗഖ്യം, അത്ഭുത സൗഖ്യം ഇപ്പോൾ തന്നെ ശരീരത്തിന്റെ മേൽ കൽപ്പിച്ചാക്കുന്നപ്പ. പൂർണ്ണ വിടുതൽ സംഭവിക്കുന്നില്ലപ്പ. അത്ഭുത സാക്ഷ്യങ്ങൾ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. അങ്ങ് തൊട്ട് സൗഖ്യമാക്കുന്ന ഞങ്ങളുടെ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ. ദൈവാത്മാവെ, അങ്ങ് ഞങ്ങളെ സൗഖ്യമാക്കുന്നല്ലോ, അങ്ങ് ഞങ്ങളെ അത്ഭുതമാക്കുന്നല്ലോ, അങ്ങ് ഞങ്ങളെ സകലത്തിലും ഇന്ന് സാക്ഷിയാക്കുന്ന നിങ്ങളുടെ കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ തൊട്ടിരിക്കുന്നു, സൗഖ്യമാക്കിയിരിക്കുന്നു, അത്ഭുതം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആമേൻ. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സമയത്ത് സാക്ഷ്യമുള്ളവങ്കിൽ സാക്ഷ്യത്തിന്റെ സമയമാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥനാ വിഷയം ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു വരല്. ഞാൻ ദുഷ്ടനല്ല. പലരും ചിന്തിക്കും, ബ്രദർ പ്രാർത്ഥനാ വിഷയം കേൾക്കല്ലോ ഭീഷണിപ്പെടുത്തുന്ന പോലെ. അതല്ല, ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, ആ വിഷയത്തിൻ്റെ മേൽ സാക്ഷ്യം നടന്നു കഴിഞ്ഞു. പിന്നെയും പ്രാർത്ഥിച്ചാൽ അത് വിശ്വാസമല്ല, അവിശ്വാസമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ പലരും പറയും, ബ്രദറെ ഒന്നും തോന്നരുത് ബ്രദറെ, ഞാൻ പ്രാർത്ഥനാ വിഷയം പറഞ്ഞോട്ടെ. എനിക്ക് തോന്നുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, നമ്മളത് അത്ഭുതം ഇറങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ ഏറ്റു പറയാം. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ വേലയിൽ ഇന്ന് വിതച്ചവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ അതിരുകൾ വിസ്താരമാകട്ടെ. കർത്താവെ, അവർ വരാൻ പോകുന്ന സകല പ്രാർത്ഥനകൾക്കും വേണ്ടി വിതച്ചതാണല്ലോ, അവരുടെ നന്മകൾ നഷ്ടപ്പെട്ടു പോകാതെ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടട്ടെ. വരാൻ പോകുന്ന പ്രാർത്ഥനകൾ നമ്മൾ മുന്നോട്ട് പ്രാർത്ഥിക്കണം. കർത്താവ്, നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ലൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു നല്ലൊരു കൺവെൻഷൻ സെൻറ്റർ നമുക്ക് മുന്നോട്ട് ആവശ്യമാണ്. മണിക്കൂറുകൾ പ്രാർത്ഥിക്കുവാൻ, ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാൻ കർത്താവെ, അതിനുള്ള അവസരങ്ങളും വഴികളും സ്വർഗത്തിലെ ദൈവം തുറക്കട്ടെ. ഈ ദിവസങ്ങളിൽ അന്യഭാഷ പ്രാർത്ഥിക്കും, അതും കൂടെ ഉൾക്കൊള്ളിച്ച് പ്രാർത്ഥിക്കുക. വലിയ കാര്യങ്ങളെ കർത്താവ് വിതച്ചവരെ ബ്ലസ് ചെയ്യുന്ന പറയുക, ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, വർധനവുണ്ടാകട്ടെ, വർധനമുണ്ടാകട്ടെ, മിറക്കിൾ മണി ഉണ്ടാകട്ടെ. അവരുടെ ഞെരുക്കങ്ങൾ വിശാലമാകട്ടെ. സാമ്പത്തിക എല്ലാ കുരുക്കുകളും മാറട്ടെ. വാരി വിതറി കൊടുക്കട്ടെ. സമ്പത്ത് കൊണ്ട് നിറയട്ടെ. ഇന്ന് വിതച്ചത് അവർക്ക് നന്മയായി തീരട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ, ഒരേ അനുഭവം ഒരേപോലെ വന്നെങ്കിൽ ഒരാൾ പറയുമ്പോൾ ആമേൻ പറഞ്ഞാൽ മതി. ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ പെട്ടെന്ന് പറഞ്ഞാട്ടെ. ബ്രദറെ, ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ? പറഞ്ഞോ. ബ്രദറെ, പിന്നെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ KCC ലോണിന്റെ ഒരു വിഷയത്തിന്മേൽ ഏകദേശം 1.5 വർഷമായിട്ട് ആ വിഷയത്തിന്മേൽ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. കാരണം ദൈവം ഒരു അത്ഭുതം ചെയ്തേ മതിയാകൂ. വേറെ സാഹചര്യങ്ങളൊന്നുമില്ല. ഹസ്ബൻഡ് സിക്കായിരിക്കുന്നു. മക്കളുടെ പഠിത്തം കഴിഞ്ഞതേ ഉള്ളൂ, ജോലിയായിട്ടില്ല. ഇപ്പൊ ഈ മാർച്ച് 28 മുമ്പേ അത് അടയ്ക്കണമെന്നുള്ള ഒരു ലെറ്റർ ഞങ്ങൾക്ക് കിട്ടി. ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. 7-ാം തീയതി അത് പോയി കംപ്ലീറ്റ് അടയ്ക്കാൻ, ഏകദേശം 15 ലക്ഷത്തിൽ ചില്ലുവാനും ഉണ്ടായിരുന്ന രൂപ, അത് കംപ്ലീറ്റ് അടച്ചു തീർപ്പാൻ ദൈവം അത്ഭുതം ചെയ്തു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ബ്രദർ ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാനുവരി 31 ബെഞ്ചമിൻ എന്ന മോനുള്ള ഒരു ഭവനത്തെ, അവന് ഒരു മോള് കൊണ്ട്, 30 വയസ്സിൽ താഴെ ഒരു മോള് കൊണ്ട്, ആ ഭവനത്തെ ദൈവം വഴിത്തുരയിലേക്ക് കൊണ്ടുവരുന്ന ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥിച്ച ബ്രദറിന് നന്ദി. ദൈവം ആലോചന വെളിപ്പെട്ടത് ജാനുവരി 31 വന്ന് കേട്ട ആലോചന. അപ്പൊ ആരായിരുന്നു അത് ആ വ്യക്തി? ബെഞ്ചമിൻ എന്ന് പറയുന്നത് എന്റെ മോനാ. അവനിപ്പോ UK-ലുണ്ട്. അവൻ പഠിത്തം കഴിഞ്ഞതേ ഉള്ളു, ജോലി ആയിട്ടില്ല. മോനാ അത്. പിന്നെ മോളെന്ന് പറഞ്ഞത്, അവള് മെഡിസിൻ കഴിഞ്ഞിട്ട്
അവള് ഇവിടെ എക്സാം എഴുതി ഫെയിൽ ആയിപ്പോയി, 5 മാർക്കിന്റെ കുറവിൽ. അത് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പം KCC ലോൺ എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ ലോണിന്റെ ഭാഗമായിട്ട് എടുത്തൊരു ലോൺ ആയിരുന്നത്. പക്ഷെ അതൊരു കംപ്ലീറ്റ് അടച്ചു മാറ്റണമെന്നും പറഞ്ഞ് ഒത്തിരി നിർബന്ധിച്ചു. മോന്റെ പേരിലെടുത്ത ലോണാണത്? മോന്റെ പേരിലല്ല, മോടെ പേരിലെടുത്ത ലോണ്. മോളുടെ പേരെടുത്ത. അപ്പൊ അതായത് ആ KCC ലോൺ ഹസ്ബൻഡിന്റെ പേരിലായിരുന്നു, എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടാ. ഓക്കെ, ഞാൻ ചോദിച്ചാൽ അതല്ല സിസ്റ്ററെ, ഈ ബെഞ്ചമിൻ എന്ന് പറയുന്നുള്ള പേര് പറഞ്ഞ് നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് കാണിച്ചു തരികയും വലിയൊരു വഴിത്തിരിവ് ഉണ്ടാകാൻ പോകുന്ന കർത്താവ് ആത്മാവിൽ പറഞ്ഞു അല്ലേ? അതെ അതെ. ഓ, സിസ്റ്റർ എന്ന് പറഞ്ഞ പോലെ ഇന്നൊരു സാക്ഷ്യമായിട്ട് നിൽക്കുകയാണ്. അത്ഭുതകരമായി തന്നെ ആ ഫിനാൻഷ്യൽ സ്ട്രഗിളിനെ ഓവർകം ചെയ്യുവാൻ കർത്താവ് സഹായിച്ചപ്പോൾ ദൈവാത്മാവ് ആലോചന ഏറ്റെടുത്ത് ഇന്ന് ഇതിന്റെ മുമ്പിൽ പലരും കടഭാരത്താൽ ഞെരുങ്ങുമ്പോൾ ഇന്ന് അതിന്റെ മേൽ സാക്ഷ്യം പറയുവാൻ കർത്താവ് ഇടയാക്കി. ആലോചനയിൽ ദൈവം വിശ്വസ്തൻ എന്ന് കേൾക്കുവാൻ നമുക്ക് ഇടയായി. ജനുവരി കേട്ട സാക്ഷ്യമാണ്, ആലോചനയാണ് അതിന്റെ നിവൃത്തി എന്ന് കാണുവാൻ സ്വർഗം സഹായിച്ചല്ലോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. കഴിഞ്ഞ ഗ്ലോറി എന്ന് പറഞ്ഞത് എനിക്ക് ചുമയും കഫക്കെട്ടൊക്കെ ആയിരുന്നു. പറഞ്ഞു. ഹലോ, പറഞ്ഞു സിസ്റ്ററെ. എനിക്ക് 2 ആഴ്ചയായിട്ട് എനിക്ക് ചുമയും കഫക്കെട്ടൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചങ്കിന് ഭയങ്കര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം ഇത് വരുമെന്നൊരു ഇതായിരുന്നു. പക്ഷെ ഞാൻ ഒരു മരുന്നും കഴിച്ചില്ല. പ്രഷർ, തൈറോയിഡ്, കൊളസ്ട്രോൾ ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു മരുന്നും കഴിച്ചില്ല. ഞാൻ പ്രാർത്ഥിച്ചു, വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. എനിക്കത് പൂർണ്ണമായിട്ട് ഭേദമായി. ആമേൻ. കർത്താവ് എന്ന് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ഇന്നലെ ആശ എന്ന ഒരു വ്യക്തിയെ, മകളുള്ള വ്യക്തിയെ കാണിക്കുന്നു എന്ന് പറഞ്ഞു ഒരു ആലോചന പറഞ്ഞിരുന്നു. ഈ ആലോചന കോട്ടയത്ത് വെച്ച് എന്റെ മോളെയും മരുമകനെയും ബ്രദറെ എഴുന്നേൽപ്പിച്ചു നിർത്തി ആലോചന പറഞ്ഞതാണ്. അത് എനിക്കും കൂടി, ആശയുടെ അമ്മയായ എനിക്കും കൂടി ഇന്നലെ ദേവദാസനിലൂടെ ദൈവം വെളിപ്പെടുത്തി എനിക്കും കൂടെ ഒരു ഉറപ്പ് നൽകിയതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ തീർച്ചയായിട്ടും ഏറ്റെടുത്തോ. കർത്താവ് അതിനെ മേൽ സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ബ്രദറെ പറഞ്ഞോട്ടെ ബ്രദറെ? പറഞ്ഞോട്ടെ ബ്രദറെ. പറഞ്ഞു. ബ്രദറെ, 2.5 വർഷമായിട്ട് ഭയങ്കരമായ മുടി കൊഴിച്ചിലായിരുന്നു. 4 ഹോളി ഹെയർ ടാബ്ലറ്റ് 4000 രൂപയുടെയൊക്കെ കഴിച്ചു. ആയുർവേദ മരുന്ന്, ഹോമിയോ ഒക്കെ ചെയ്തു. പക്ഷെ ബ്രദർ ഇങ്ങനെ പറയും, രോഗമുള്ളിടത്ത് കൈ വെക്കെന്ന് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ തലയിൽ കൈ വെച്ചു. അതിന് മുമ്പായിട്ട് മറ്റൊരു കുട്ടി അവിടെ സാക്ഷ്യം പറഞ്ഞായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മുടിയെ പിടിച്ചപ്പോൾ മുടി വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു, ഇത് 3 സെക്കൻഡ് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ഓർത്തിട്ട് പറഞ്ഞു, എനിക്കും കൂടി കർത്താവെ ഒന്ന് സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. കർത്താവ് എനിക്ക് അത്ഭുതം ചെയ്തു. എന്റെ മുടി കൊഴിച്ചിൽ മാറി. 4-1 പോയായിരുന്നു. എന്നാലും മുടി കൊഴിച്ചിൽ നിന്നു. അതുപോലെ തന്നെ എന്റെ കാലിന് നീര് പോലെ പെട്ടെന്ന് വന്നതായിരുന്നു. വേദനയും, കാലിൽ ചവിട്ടാൻ പോലും പറ്റാതെ, കട്ടിലേലോട്ട് പോലും എടുത്തു വെക്കാൻ പറ്റാതിരിക്കുമ്പോ എനിക്ക് ഈ സൂമിൽ കയറാനേ വയ്യ. എങ്കിലും കിടന്നുകൊണ്ട് ഇങ്ങനെ വെക്കുമ്പോ 10:30 സമയമായപ്പോ ബ്രദർ ഇങ്ങനെ പറയുന്നു, രോഗമുള്ള ഭാഗത്ത് കൈവെക്ക്. സാധാരണ ബ്രദർ അങ്ങനെയാണ് പറയാറ്. പക്ഷെ അപ്പോ പറയുന്നു, കാല് വീങ്ങിയിരിക്കുന്നത് കാണിക്കുന്ന അതിന്റെ മേലെ കൈവെക്കെന്ന് പറഞ്ഞു. ഞാൻ വെച്ചതും ആ സെക്കൻഡിൽ തന്നെ സൗഖ്യമായി. ഇത് വലിയ 2 അത്ഭുതമാണ് കേട്ടോ. വലിയ അത്ഭുതമാണ്. സിസ്റ്റർ എത്ര രൂപയുടെ മരുന്ന് സിസ്റ്റർ കഴിച്ചുകൊണ്ടിരുന്നത് മുടി കൊഴിച്ചിൽ മാറാൻ? 4000 രൂപയുടെ ഹോളി ഹെയർ ടാബ്ലറ്റ് കഴിച്ചു. ഹോമിയോ മരുന്ന് ചെയ്തു. ഈ ആയുർവേദ എണ്ണ പുരട്ടി, ആയുർവേദ മരുന്ന് കഴിച്ചു, എല്ലാം ചെയ്തു. ഇത് വലിയൊരു അത്ഭുതമാണ്. സിസ്റ്റർ പറഞ്ഞ 2 സാക്ഷ്യം നിങ്ങൾ കേട്ടോണം. ഒന്ന്, സിസ്റ്റർ പറയുകയാണ് 4000 രൂപയുടെ മരുന്ന് കഴിച്ചിട്ട് മുടികൊഴിച്ചിൽ മാറുന്നില്ല. അപ്പോഴാണ് മറ്റൊരു സഹോദരി സാക്ഷ്യം പറഞ്ഞത് മുടികൊഴിച്ചിലിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത് പറിച്ചിട്ട് പോലും പോരുന്നില്ലാത്ത രീതിയിൽ. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ നടക്കുമോ എന്ന് ദൈവത്തോട് ചോദിച്ചു. എന്നാൽ വിശ്വാസത്തോടെ സിസ്റ്റർ പറഞ്ഞു. അത് പൂർണ്ണ സൗഹൃദം മാത്രമല്ല, ആ കാലിന്റെ വേദന പറഞ്ഞ പോലെ തന്നെ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സാധാരണ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ അന്ന് മാത്രം ആ കാലിന്റെ വീക്കം ഉള്ളിടത്തല്ലേ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സെക്കൻഡിൽ തന്നെ സൗഖ്യമല്ലേ സിസ്റ്ററെ? സൗഖ്യമായി അപ്പോ തന്നെ. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്റെ വീട്ടിലുള്ളവർ കണ്ടത്, എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, ഒരടി കാല് വെക്കാൻ പറ്റത്തില്ല, കട്ടിലേലോട്ട് പോലും പൊക്കി വെക്കാൻ പറ്റുന്നില്ല, നല്ല ചുമന്നിരിക്കുവോ കാല്. സെക്കൻഡുകൾ കൊണ്ട് അങ്ങനെ സംഭവിച്ചത്. പ്രാർത്ഥന തീർന്നു, സൗഖ്യമായി.
കർത്താവെ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. ഇന്ന് സാക്ഷ്യം പറഞ്ഞാൽ കർത്താവിന് കൃപയാൽ വന്നല്ലോ. അനേകരോട് സാക്ഷ്യം പറയണം. യേശു ചെയ്ത കാര്യം പെരക്കകത്ത് ഒതുങ്ങി പോകരുത്. അനേക രോഗികൾക്ക് വേണ്ടി ഇന്ന് മുതൽ പ്രാർത്ഥിച്ചോണം. എന്റെ യേശു എന്നെ സൗഖ്യമാക്കിയെങ്കിൽ നിങ്ങളെയും സൗഖ്യമാക്കുന്ന ധൈര്യത്തോടെ പറഞ്ഞോണം. കർത്താവ് സാക്ഷ്യമാണ് കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശു ഇത് നമ്മൾ നാട്ടിൽ വരുമ്പോ സാക്ഷ്യം പറയണം കേട്ടോ. നേരി കാണുമ്പോ പറയണം. എവിടെയാ സിസ്റ്റർ? നാട് എവിടെയാ? നാട്ടിലെവിടെയാ? ഇപ്പൊ തിരുവല്ലയില്ല. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും പ്രാർത്ഥന ക്രമീകരിക്കുമ്പോ കാണാം കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പറഞ്ഞു ബ്രദർ. എനിക്ക് കാലുകൊട്ട് നല്ല തരിപ്പായിരുന്നു ബ്രദർ. ഇപ്പൊ ബ്രദർ പ്രാർത്ഥിച്ചപ്പോ എനിക്കത് മാറി ബ്രദർ. സൗഖ്യമായോ? വേദനയായിരുന്നു സിസ്റ്റർ അതോ? ഒരുമാതിരി കഴച്ച വേദനയായിരുന്നു. കർത്താവെ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. ആ വേദന പൂർണ്ണമായിട്ട് മാറിയല്ലേ സിസ്റ്ററെ? മാറി പൂർണ്ണമായിട്ട് മാറി ബ്രദർ. കർത്താവെ അങ്ങ് വിടിവിച്ചതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ബ്രദറെ, എനിക്കൊരു സാക്ഷി പറയാനുണ്ട്. പറഞ്ഞു. ബ്രദറിന്റെ കൂടെ കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ബ്രദറിന്റെ കൂടെ ഞാൻ ഈ സൂം മീറ്റിങ്ങിന് കൂടിയത്. അന്ന് മുതൽ എനിക്ക് പല വിധത്തിലുള്ള രോഗങ്ങൾ എന്നെ പിടിപെട്ടു. അതിൽ 1-2 രോഗങ്ങൾ അന്നൊക്കെ ഞാൻ സാക്ഷി പറഞ്ഞായിരുന്നു. ഒരു അസ്ഥിവേദന, നടുവേദന, അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഇന്നലെയാണെങ്കിൽ എനിക്ക് നാക്കിന്റെ സൈഡിലും മുമ്പിലും ചൂടൂര് വന്നിട്ട് അതിവേദനയാൽ വേദനയായിരുന്നു. വചനം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുത സൗഖ്യം വന്നു. കൃപയാൽ ആ ജൂലൈ മുതൽ ഇന്ന് വരെയും ദേവദാസന്റെ കൂടെ കൂടിയതിന് ശേഷം വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള കൃപയും അത് പറയുമ്പോൾ തന്നെ അത്ഭുത സൗഖ്യം അനുഭവിച്ച് സന്തോഷത്തോടായിരിക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും പറഞ്ഞ ഒത്തിരി രോഗസൗഖ്യം കർത്താവ് കൊടുത്തു. ഈ നിമിഷവും ദൈവം ചെയ്യുന്നു. നമ്മളെല്ലാവരും കർത്താവിന്റെ കൂടെ കൂടിയേക്കുവാണ്. ഒരുമിച്ച് ഇങ്ങോട്ട് പോവാണ്. അതുകൊണ്ട് ഇനിയും കർത്താവിന്റെ കൂടെ ഓടുന്നത് കൊണ്ട് നമ്മളും കർത്താവിന്റെ സൗഖ്യം പ്രാപിക്കും. നമ്മളും അത്ഭുതം കാണും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹലോ ബ്രദർ, പറഞ്ഞു. ബ്രദർ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. ബ്രദർ, കുറെ ദിവസം ഒരു 7-9 മാസമായി എന്റെ ചെവിയില് വെള്ളം കയറിയിട്ട് ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ അത് ഭയങ്കര പെയിനും ചെവി അടഞ്ഞിട്ട് ഒത്തിരി അസ്വസ്ഥതയൊക്കെ ആയിരുന്നു. അപ്പൊ ബ്രദർ എപ്പോഴും ചെവിയിൽ ഇങ്ങനെ കൈവച്ച് ചെവിയുടെ കാര്യത്തിന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എനിക്ക് ചെവി കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷെ എങ്കിലും ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് സൗഖ്യം തരണം. പക്ഷെ എങ്കിലും ചില സമയങ്ങൾ കുറവ് വരും, പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ എന്റെ പൂർണ്ണ സൗഖ്യം കിട്ടിയിട്ട് ഞാൻ സാക്ഷ്യം പറയത്തുള്ളൂ. അങ്ങനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. കഴിഞ്ഞ ദിവസം ബ്രദർ പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ കുറവ്, കാരണം ഞാൻ അതിനെപ്പറ്റി ഒന്നും എനിക്കൊരു പെയിൻ ഇല്ല. മറ്റേ തൊണ്ടയെല്ലാം അടഞ്ഞിട്ട് എനിക്ക് അതിന്റെ പ്രയാസം കൊണ്ട് എനിക്ക് സംസാരത്തിന് പോലും ഒത്തിരി വിഷമമായിരുന്നു. കഴുത്തിന് ഭാഗത്തൊക്കെ പെയിൻ ആയിരുന്നു. ഇപ്പൊ എനിക്ക് പൂർണ്ണ സൗഖ്യം കർത്താവ് തന്നു. എനിക്ക് ചെവിയിൽ ഒരു പ്രശ്നവുമില്ല. എന്റെ സംസാരം ക്ലിയർ ആയി. ഒരുപാട് സന്തോഷമുണ്ട്. ദൈവം പൂർണ്ണമായിട്ട് എനിക്ക് സൗഖ്യം തന്നതിന്. എത്ര നാളായിട്ടുള്ള ഇത് 10-12 1 വർഷത്തോളമായി ആ ഒരു ഇൻഫെക്ഷൻ തുടങ്ങിയിട്ട്. 12, അതായത് 1 വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു കർത്താവ് സൗഖ്യമാക്കിയത്. 1 വർഷം കൊണ്ടുള്ള ബുദ്ധിമുട്ട്. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല, ഡോക്ടറെ കാണിക്കാൻ, അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടെടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആരും എഫോർട്ട് കൊടുത്തില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥനയിൽ വെച്ചിരുന്നു. ദൈവം പൂർണ്ണ സൗഖ്യം കർത്താവ് എനിക്ക് തന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. നന്ദി കർത്താവേ. സൗഖ്യമാക്കിയ 1 വർഷമായിട്ടുണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടായിരുന്നു. ചെവി അടഞ്ഞ ഇൻഫെക്ഷന്റെ ബുദ്ധിമുട്ടായിരുന്നു. സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ കർത്താവ് പൂർണ്ണ സൗഖ്യത്തിന്റെ ദൈവമായതുകൊണ്ട് കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്തതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, എനിക്ക് ഇപ്രാവശ്യം നാട്ടിൽ വന്ന് മീറ്റിംഗ് ചെയ്ത് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ഞാൻ കോട്ടയത്താണ് താമസിക്കുന്നത്. എറണാകുളത്ത് ഞാനും കുടുംബവും കൂടെ വരാനിരുന്നപ്പോഴത്തേക്കും മോക്ക് പനിയായി. അത് കാരണം പിന്നെ വരാൻ പറ്റിയില്ല. പിന്നെ കോട്ടയത്ത് കൂടാവുന്ന കണ്ടപ്പോ എനിക്കും പനിയായി. അത് കാരണം ഞങ്ങൾക്ക് പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി. അത് പിന്നെ എനിക്ക് ഒരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. കോട്ടയത്ത് വന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മോളെ കൊണ്ട് വന്നു. അവള് ജർമ്മനിക്ക് പോകാനല്ല ശരിയാകാൻ വേണ്ടി പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്തു. അന്നേരം അത് ഞങ്ങള് പാസ്റ്റർ അവൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. അവളിപ്പോ ഈ മാർച്ച് 31 ജർമ്മനിക്ക് പോവാണ്. പരീക്ഷയൊക്കെ പാസ്സായി. ജർമ്മനിക്ക് പോകാൻ വിസയും ടിക്കറ്റും എല്ലാം എടുത്തു. മോള് പോവാൻ മോക്ക് വേണ്ടി പ്രത്യേകം പാസ്റ്റർ പ്രാർത്ഥിക്കണം. അന്ന് പിന്നെ കോട്ടയത്തെ മീറ്റിങ്ങില് ഞാൻ ലൈവ് കണ്ടായിരുന്നു.
അന്നേരം പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, അന്ന് അബ്രഹാമും സാറാമയും ഉള്ള ആ വചനമായിരുന്നു എടുത്ത് പ്രാർത്ഥിച്ച്. ഈ എന്റെ വീട്ടിലെ പേര് സോജിയാണെങ്കിലും അല്ലാതെ സാറാമയെന്നും അബ്രഹാം എന്നാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര്. അന്നേരം പാസ്റ്റർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പിന്നെ വിദേശത്തെ നന്മ അനുഭവിക്കാൻ പോകുന്നൊക്കെ ഞങ്ങളോട് പറയാൻ, അബ്രഹാം വിദേശത്തെ നന്മ അനുഭവിക്കാൻ പോകുന്നൊക്കെ പറയാനിടയായി. ഒക്കെ ഞാൻ കേട്ടു. പിന്നെ പാസ്റ്റർ പ്രത്യേകം മോക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവിടെ യാത്രയ്ക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇനി ഈ നാട്ടിൽ വന്ന് മീറ്റിംഗ് നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങള് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ദൈവാനുവദിച്ചാൽ ഞങ്ങള് വരും. തീർച്ചയായിട്ടും കർത്താവ് സഹായിക്കും. വലിയ പ്രവർത്തികളാണ്. ഞാൻ ഈ സാക്ഷ്യം മുന്നോട്ട് പറയുന്നവരൊക്കെ നിങ്ങൾ നേരിട്ട് വന്നും കൂടെ സാക്ഷ്യം പറയും. കാര്യം നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് സാക്ഷ്യം പറയുമ്പോൾ രണ്ട് കാര്യമാണ്. ഒന്ന്, നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് പിന്നെയും ബലമാണ്. രണ്ട്, ഇത് കേൾക്കുന്ന അനേക രോഗികൾ, കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഒരു സഹോദരി അവിടെ വന്നത്, കൊല്ലത്ത് എനിക്ക് വന്നത് മറ്റൊരാളുടെ സാക്ഷ്യം കേട്ട് സൗഖ്യമായ സാക്ഷ്യം പറയാൻ വേണ്ടി വന്ന കുടുംബം ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ സാക്ഷ്യം അനേകർക്ക് ബലമാണ്. പ്രത്യേകിച്ച് അവിടെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്നത് എനിക്ക് പിന്നെ ഒരു ധൈര്യമാണ്, പിന്നെ ഒരു ബലമാണ്. കർത്താവ് പ്രവർത്തിക്കുന്നത് കേൾക്കുവാനും കാണുവാനും ഒക്കെ ഓരോ ദിവസവും അതിലാണ് നമ്മുടെ വിശ്വാസത്തിന്റെ വർധന നടക്കുന്നത്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് ഇനിയും നടത്തട്ടെ. രാജ്യങ്ങളുടെ നന്മ തലമുറകളുടെ മേൽ ഇനിയും എല്ലാവരുടെ മേൽ ഞാൻ റിലീസ് ചെയ്യുന്നു. സംഭവിക്കട്ടെ. ഒരു നിമിഷം ഞാനൊന്ന് പറഞ്ഞോട്ടെ. നാളെ എന്നെ ചില കാര്യങ്ങളൊന്ന് ഓർപ്പിക്കണം. ഒരു നിമിഷം. നാളെ നിങ്ങൾ എന്നെ ഒന്ന് ഓർപ്പിക്കണം. നാളെ ഞാൻ കുറച്ച് മീറ്റിങ്ങുകളുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതിന്റെ തുടക്കത്തിൽ ആരെങ്കിലും അത് പറയുന്നത്, ബ്രദർ പ്രെയറിന്റെ കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ്. നമ്മുടെ പ്രെയർ ഗ്രൂപ്പുകൾ 1-2 ക്രമീകരിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ നമ്മുടെ ഒരു പ്രാർത്ഥന ക്രമീകരിക്കാൻ വേണ്ടിയാണ് പല ഇടങ്ങളിൽ. അപ്പം അതേപോലെ തന്നെ നിങ്ങൾ അതും എന്നെ ഒന്ന് ഓർപ്പിക്കണം. ആരെങ്കിലും ഒന്ന് നാളെ നമ്മൾ പ്രാർത്ഥന കഴിയുമ്പോൾ ഒന്ന് ഓർപ്പിച്ചേക്കണം. 1-2 പ്രെയറിന്റെ കാര്യങ്ങൾ പറയാനുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദർ ഞാൻ ഒരു കാര്യം പറയട്ടെ ബ്രദർ. പിന്നെ ബ്രദർ, ഇനി നമ്മുടെ ജില്ലയില് ആരാധന വയ്ക്കുമ്പോ 3 ദിവസത്തെ ധ്യാനം കൂടെ വയ്ക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നണം ബ്രദർ. തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് സിസ്റ്ററെ. ഞാൻ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവാത്മ സംസാരത്തിൽ നമുക്കൊരു പ്രാർത്ഥിക്കുവാണ്. നമുക്ക് ഒരു എന്താ പറയുക, ഒരു കൺവെൻഷൻ സെന്റർ പോലെ ഒരു കാര്യത്തെ ക്രമീകരിക്കുകയാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത്. അപ്പൊ എല്ലാവർക്കും വന്ന് താമസിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ക്രമീകരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടർച്ചയായിട്ട് എന്ത് ചെയ്യാം, ഇതുപോലെ ഓടി നടന്ന് നമുക്ക് വന്നു പോകാതെ എല്ലാവർക്കും താമസിച്ച് വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കുക സിസ്റ്ററെ. കർത്താവ് ഒരുക്കും കേട്ടോ. സാക്ഷിയുള്ളവർ പറഞ്ഞോട്ടെ. പറഞ്ഞു. പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ബ്രദർ പറഞ്ഞല്ലോ, ഈ പ്രാർത്ഥിക്കുന്ന ഇടയ്ക്ക് ചില സീൻ കാണാം. ഞാൻ ഈ പെട്ടെന്നൊരു മയക്കം പോലെ വന്നൊരു പാമ്പിനെ അങ്ങോട്ട് ഇറക്കാത്തിരിക്കുന്നത്, ഇരുട്ടിറക്കാത്ത ആത്മാവിൽ അതിനെ വെട്ടിവിട്ടോണം സിസ്റ്ററെ. അപ്പൊ തന്നെ കേട്ടോ, എല്ലാ ദുഷ്ടന്റെ തന്ത്രങ്ങളെയും ഞാൻ ആത്മാവിൽ വെട്ടിവിടുന്നു. അതിനെ വെട്ടിക്കോണം കേട്ടോ. അങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ അതിനെ വചനം പറഞ്ഞ് വെട്ടിക്കോണം. അതിന്റെ മേലുള്ള ജയത്തെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കോവിഡ് പറഞ്ഞു ബ്രദറെ, എന്തോ ഞായറാഴ്ചത്തെ യൂട്യൂബ് മീറ്റിംഗില് ഷിബി എന്ന വ്യക്തിയെ ഭവനത്തെ ദൈവം തൊടുന്നു. അത് വർഷങ്ങളായിട്ട് സാമ്പത്തികമായ തകർച്ചകളാൽ ഭാരപ്പെട്ടുകൊണ്ടിരുന്ന ഭവനമാണ്. അത് ആലോചന എല്ലാം കറക്റ്റാണ്. എന്റെ ഭവനമാണ്, ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അതേപോലെ എന്റെ ജിനു എന്ന് പറയുന്ന ഒരു മോനാണ്, എന്റെ മോനാണ് ജിനു. ഈ രണ്ടു പേരും ഞായറാഴ്ചത്തെ യൂട്യൂബ് മെസ്സേജില് കേട്ടതാണ്. അത് മോനെ അതിന്റെ കംപ്ലീറ്റ് ആയില്ലായിരുന്നു ബ്രദറെ. അതിന്റെ ആലോചന മോനെ പറ്റി പറഞ്ഞു, കംപ്ലീറ്റ് അത് കട്ടായി പോയെന്ന് തോന്നുന്നു. അത് കേട്ടില്ല, കട്ടായി പോയിരുന്നു. അതെനിക്ക് വന്നത് ഞാനത് ചെയ്ത സമയത്ത് കറക്റ്റ് വന്ന സമയത്ത് ബ്ലോക്ക് ആയിപ്പോയി. പക്ഷെ ഞാനത് പറഞ്ഞിരുന്നു, അത് ഇതായില്ല, റെക്കോർഡ് ആകാതെ പോയതാണ്. ആ കുടുംബത്തെ കർത്താവ് വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നത്. പ്രത്യേകിച്ച് ആ മകനുമായിട്ട് ബന്ധപ്പെട്ട്, ആ പേരുമായിട്ട് ബന്ധപ്പെട്ട് 2 പേരുകളെയും കർത്താവ് കുടുംബത്തിൽ സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നത്. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം കേട്ടോ. ദൈവം അത്ഭുതമാക്കി മാറ്റി. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. പലപ്പോഴും ഈ സ്വപ്നത്തില് ദേവദാസന്മാരും അതുപോലെ തന്നെ ഈ പ്രയറിൽ പങ്കെടുക്കുന്ന പലരെയും സ്വപ്നത്തിൽ കാണാറുണ്ട്. അപ്പൊ പിറ്റേ ദിവസം നോക്കുമ്പോ പിന്നെ അതൊന്നും ഓർമ്മ ഉണ്ടാവാറില്ല.
ദേവദാസന്മാരെ പലരെയും കാണാറുണ്ട്. അപ്പൊ ഇനി അങ്ങനെ കാണുമ്പോൾ സിസ്റ്ററെ കൂടുതൽ കർത്താവെ ഈ ദർശനത്തിലൂടെ കർത്താവ് എന്താണോ എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത് പോലെ കർത്താവ് കൂടുതൽ വ്യക്തമായി എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ പിന്നെയും കർത്താവ് നമുക്ക് എന്ത് ചെയ്യും, വ്യക്തമായി കാണിക്കുക കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയുള്ള സംസാരങ്ങൾ നമുക്ക് അടുത്ത ദിവസം നമ്മൾ കൃപാവരങ്ങളുടെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഷെയർ ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾ സാക്ഷ്യം പറഞ്ഞാൽ മതി. അപ്പൊ കൃപാവരങ്ങളുടെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ ഇടയായിത്തീരും. അത് വേറൊരു ദിവസം എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കാഴ്ചകൾ, ദർശനങ്ങൾ, ദൈവത്തിന്റെ ഇടപെടലുകളൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അത് നമുക്ക് സെപ്പറേറ്റ് വെക്കുന്നുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരെന്ന് പറഞ്ഞാട്ടെ. പറഞ്ഞോ സിസ്റ്ററെ. ബ്രദർ, ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മുട്ടിന് വേദനയും ആങ്കിളിന് വേദനയുള്ളവര് തൊട്ടു പ്രാർത്ഥിക്കുക, അതുപോലെ രോഗികൾ തൊട്ടു പ്രാർത്ഥിക്കുന്നു പറയും. ഞാനിപ്പോ കുറെ നാളുകൊണ്ട്, പ്രത്യേകിച്ച് ഞാനിപ്പോ UK-ന്ന് മോഡെടുക്കുന്നു വന്നപ്പോ തൊട്ട് എന്റെ 2 കാലിന്, മറ്റേ ഒരു കാലിന് വന്ന് ഞാൻ റെസ്റ്റ് എടുക്കുമ്പോ അതങ്ങ് മാറുന്നതാ. ഇപ്പൊ എനിക്ക് കഠിനമായിട്ടുള്ള നീരും വേദനയും വന്നു. നടക്കാനൊന്നും മേല, പല ട്രീറ്റ്മെന്റ് ചെയ്ത് ഒത്തിരി പെയിൻ കില്ലർ തന്നു. അതിന്റെ കൂടി ഇപ്പൊ ചെസ്റ്റിനൊരു ഷോർട്ട്നെസ് ഓഫ് ബ്രത്തും ഒക്കെ വന്നു. അപ്പം ഇക്കോ എടുത്തപ്പം പറഞ്ഞു വാൽവിനൊരു ചെറിയ ചേഞ്ചസ് ഉണ്ട്, പക്ഷെ ഇപ്പൊ ഒന്നും ചെയ്യണ്ടാന്ന്. പക്ഷെ ബ്രദർ അത് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം ദൈവമേ ഞാൻ തൊട്ടിട്ടൊന്നും എനിക്ക് ഇത് കുറവില്ലല്ലോ. അപ്പൊ ദൈവം എന്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു, നിനക്ക് പ്രാർത്ഥന പോരാ, വിശ്വാസത്തോടെ വചനം പറഞ്ഞു. ബ്രദർ പറയുന്ന പോലെ തന്നെ വീണ്ടും ബ്രദറിന്റെ വായിക്കൂടെ വചനം പറഞ്ഞിരുന്ന് പ്രാർത്ഥിക്കണം. ഇത് മാത്രം കേട്ടിട്ട് അങ്ങ് പോയാ പോരാ എന്നുള്ള ഒരു രീതിയില് ദൈവത്തിന്റെ കൃപയാല് ഇന്ന് എനിക്ക് ആ നീര് കുറവുണ്ട്. കാല് താഴെ വെച്ച് നടക്കാവുന്ന പോലുള്ള ഒരു ആശ്വാസമുണ്ട്. അതുപോലെ നെഞ്ചിനും കുറവുണ്ടെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായി എനിക്ക് വിടുതലിന്റെ അനുഭവം എന്തോ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോ സംതിങ് ഒരു ഫീലിംഗ് എനിക്ക് അകത്തൂടെ വന്നായിരുന്നു. അതുപോലെ ഞാൻ സഫർ ചെയ്യുമായിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് തൊട്ടതാണ്, അതിന്റെ ഒരു അടയാളമാണ്. കൂടുതൽ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. അത് നടന്നും ചാടിയും തുള്ളിയും കർത്താവിനെ ആരാധിക്കും. ആ മുടന്തനായ മനുഷ്യൻ അപ്പോസ്തല പ്രവൃത്തിയിൽ ദൈവത്തെ ചാടിയും തുള്ളിയും ആരാധിച്ചു എന്ന് പറഞ്ഞതുപോലെ ഞാൻ അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് തീരുമാനിച്ചോണം. കർത്താവ് ബലം തരും, ശക്തി തരും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വചനം ഒന്ന് പറയൂ. നേരത്തെ അത് പറഞ്ഞായിരുന്നു. മക്കൾക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് സെൻഡ് ചെയ്യാവോ സിസ്റ്റർ? ഇപ്പൊ കമന്റ് ബോക്സിൽ ആരെങ്കിലും സെൻഡ് ചെയ്യും. ആ പുസ്തകമാണ് ജാതിയുടെ നടുവിൽ എന്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എന്റെ പ്രജയവരെയും. ആരെങ്കിലും ആ വാക്യം ഒന്ന് സെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ കാണാൻ പറ്റും കേട്ടോ സിസ്റ്ററെ, കമന്റില്. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞോ ബ്രദറെ. എന്റെ ഈ കാലിന്റെ തരിപ്പും പുകച്ചിലുമായിട്ട് ഒരു വർഷത്തോളമായി അത് അങ്ങനെ. അത് എനിക്ക് ഇന്നാണെങ്കിൽ അത് ഒരുപാട് കൂടുതലായിരുന്നു. രാവിലെ തൊട്ട് ഞാൻ അങ്ങ് കരഞ്ഞിരിക്കുവായിരുന്നു. എന്നിട്ട് അത് എനിക്ക് ഇപ്പൊ ഉണ്ടല്ലോ, എന്റെ ഒരു ഉച്ചയാവാറായപ്പോഴത്തേക്കും ആ കാലിന്റെ ഹിപ്പിന്റെ അവിടെയുള്ള ആ തരിപ്പ് നല്ലപോലെ അങ്ങ് മാറി. പിന്നെ ഈ കാല് കുത്തി ചവിട്ടി നടക്കാറ് എന്നാലും കറക്റ്റ് അങ്ങോട്ട് മാറിയില്ല. എന്നാലും എനിക്ക് ആ ഭയങ്കരമായിട്ടുള്ള ആ തരിപ്പ് എനിക്ക് മാറി. ഇത്രേ നമുക്ക് പൂർണ്ണ സൗഖ്യമാണ് നമ്മുടെ അവകാശം. ഇപ്പൊ കിട്ടിയ ആശ്വാസം ഇതൊരു തുടക്കമാണ്. കൈവച്ചിട്ട് പറ, കർത്താവെ പൂർണ്ണ സൗഖ്യത്തിന് നന്ദി പറഞ്ഞു. ഇപ്പൊ തന്നെ ആ വേദന അവിടെ നിന്ന് മാറിയിരിക്കും. പകുതി സൗഖ്യമല്ല, പൂർണ്ണ സൗഖ്യം കണ്ടിരിക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഒരു സാക്ഷ്യം പറയാം. പറഞ്ഞു. എന്റെ ആങ്ങളെന്റെ കാല് രണ്ടും ഇങ്ങനെ വീങ്ങി കിടക്കായിരുന്നു. 3-4 മാസമായി ഇങ്ങനെ ആസ്പത്രിയിൽ പോകും, കാണിക്കും. ഒരു വിശ്വാസിയല്ല, ഇത് ഇഷ്ടമല്ല. എന്നാലും മോയെ ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞ് മുത്തമ്മ ഇങ്ങനെ എന്റെ കാല് ഇങ്ങനെ വെക്കുന്ന സ്ഥലത്തൊക്കെ നീരിങ്ങനെ ഉറ്റ, അങ്ങനെ തന്നെ ഭയങ്കര നീരും ഇങ്ങനെ വീക്കം ഉണ്ട്. അന്നേരം ഞാൻ പറഞ്ഞ മോൻ ഇങ്ങോട്ട് വാ, ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. മോൻ അതുപോലെ വന്ന് പ്രാർത്ഥിച്ച് സമയം തന്നെ എല്ലാ നീരും കുറഞ്ഞ് ഇപ്പൊ അത്
ഒരു പ്രശ്നമില്ലാണ്ട് മാറിക്കിട്ടി. ആമേൻ. തീർച്ചയായിട്ടും ഇതേപോലെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഇനിയും അത്ഭുതകരമായ സൗഖ്യങ്ങളെ കാണാൻ വേണ്ടി പോവാണ്. മുടന്തം തുള്ളും ചികടൻ കേൾക്കും മൂമൻ സംസാരിക്കും. ദൈവരാജ്യത്തിന്റെ ശക്തിക്കകത്താണ് നമ്മൾ നിൽക്കുന്നത്. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. ഓടി നടന്ന് പ്രാർത്ഥിച്ചോണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. പിന്നെ മോള് ഇപ്പം കാമലയായിട്ട് മഞ്ഞപ്പിത്തായിട്ട് ആസ്പത്രിയിൽ കിടക്കുക. പിന്നെ ഇന്ന് ഭയങ്കര അത്ഭുതമാണ് പ്രശ്നമായിട്ട്. യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് പറ, കർത്താവ് എന്റെ മോൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും. അത്ഭുത സാക്ഷ്യമായി യേശു ആ രോഗത്തെ വഹിച്ചത് കൊണ്ട് അത്ഭുത സൗഖ്യത്തിന് നന്ദി എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അത്ഭുതം കാണും കേട്ടോ. ഗോഡ് ബ്ലസ് യു. സാക്ഷിയുള്ളവർ പറഞ്ഞോട്ടെ. ഞാന് ഇന്ന് രാവിലെ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്റെ കടയിൽ ഇന്ന് രാവിലെ ഒരു കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ ഒരാൾ വന്നു. ആ അമ്മ ശരിക്കും ആരുമില്ലാത്ത ഒരാളാ. അവരുടെ വീട്ടിൽ ഇങ്ങനെ ജോലി ചെയ്ത് അവിടെ താമസിക്കാം. അപ്പൊ സർജറി ഒരു കണ്ണ് തിമിരൻ ചെയ്ത് അപ്പൊ സർജറി ചെയ്യണം. അന്നേരം ആരോ പറഞ്ഞു വിട്ട് അവിടെ ചെന്ന് ചോദിക്കുക ചെയ്തു, ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ വന്നതാ. കണ്ണാടി വീണ്ടും വെച്ചാൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ എന്ന് അറിയാമെന്നാ. അപ്പൊ എന്നോട് പറഞ്ഞു 6 മാസത്തിന് മുമ്പ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ അവിടെ ചെന്നിട്ട് എന്നെ തിരിച്ചു വിട്ട് കൂടെ സർജറി ചെയ്ത് നിൽക്കുമ്പോൾ കൂടെ നിൽക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു വിട്ടു. കാരണം ഗവൺമെന്റ്